ഒരു സ്വപ്നം 100ആയി വിരിഞ്ഞപ്പോൾ നമ്മൾ 129 നേതാക്കളെ ആദ്യത്തെ ബാച്ചിൽ കണ്ടു. എന്നാൽ ഇന്ന് ആ ഒരു സ്വപ്നം ഒരു മഹാസമുദ്രമായി വളർന്ന് 512 പുതിയ പോരാളികളുമായി നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. റോമൻ കത്തോലിക്ക സമൂഹത്തിന്റെ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് KLCBC എഡ്യൂക്കേഷൻ കമ്മീഷൻ നടത്തുന്ന പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് ട്രെയിനിങ് ലീഡർഷിപ്പ് ട്രെയിനിങ് അക്കാഡമിയുടെ 2ാം ബാച്ചിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ജെയ്സൺ ആദപ്പള്ളി. ഞാൻ KLCBC എഡ്യൂക്കേഷൻ കമ്മീഷന്റെ അസോസിയേറ്റ് സെക്രട്ടറിയാണ്. നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ഏതൊരു നല്ല കാര്യവും ദൈവാനുഗ്രഹത്തോടെ തുടങ്ങുന്നതാണല്ലോ നമ്മുടെ രീതി. ഈ ചടങ്ങിന് ശുഭകരമായ ഒരു തുടക്കം കുറിക്കുന്നതിനായി പ്രാർത്ഥനാ ഗീതാലാപനത്തിനായി ബേബി റാണിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബേബി റാണി. ഓക്കെ. ആത്മാവി നീ വരേണമേ മാനസമണി കോവിലിൽ നായകങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. പാവനാത്മാവി നീ വരേണമേ മാനസമണി കോവിലിൽ നായകങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. നിൻ പ്രകാശത്തിൻ രശ്മിയാൽ എന്റെ അന്ധകാരമകറ്റണേ. നിൻ പ്രകാശത്തിൻ രശ്മിയാൽ എന്റെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ. സുന്ദരമാക്കി തീർക്കണേ. പാവനാത്മാവേ നീ വരേണമേ മാനസമണി കോവിലിൽ നായക ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. മോടിയില്ലാത്തതൊക്കെ സ്വർഗീയ മോടിയുള്ളതായി മാറ്റണേ. മോടിയില്ലാത്തതൊക്കെ സ്വർഗീയ മോടിയുള്ളതായി മാറ്റണേ. പീഡകളേതും ധീരമായോർക്കാൻ ശക്തിയും ഞങ്ങൾക്കേകണേ. ശക്തിയും ഞങ്ങൾക്കേകണേ. പാവനാത്മാവേ നീ വരേണമേ മാനസമണി കോവിലിൽ നായക ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. നന്ദി ശ്രീ ബേബി റാണി. അടുത്തതായി നമ്മുടെ ഈ അക്കാദമിയുടെ ഡയറക്ടറും ഈ മഹത്തായ ദൗത്യത്തിന് ചുക്കാൻ പിടിക്കുന്ന നേതൃത്വവുമായ ശ്രീ ജൂലിയൻ ജെയിംസിനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. താങ്ക് യു ജെയ്സൺ സർ. താങ്ക് യു. സോ നമ്മളെ 2ാമത്തെ സെഷൻ ആരംഭിക്കുകയാണ്. 517 പേരോളം നമ്മൾ രജിസ്റ്റർ ചെയ്തു. അതില് നമുക്ക് 18 ഗ്രൂപ്പുകളായിട്ട് ഏകദേശം 20 പേരുടെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 36 കോർഡിനേറ്റേഴ്സും കുറച്ച് സിസ്റ്റർ കോർഡിനേറ്റേഴ്സുമായിട്ട് വിവിധ ഗ്രൂപ്പുകൾ തിരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ഇന്നെടുക്കുന്ന ഗൗരിയച്ചൻ തരുന്ന അസൈൻമെന്റുകളിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ മാത്രമേ റെസ്പോണ്ട് ചെയ്യാവുള്ളൂ. ഗ്രൂപ്പിൽ മാത്രമേ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. മെയിൻ ഗ്രൂപ്പിൽ ആരും എനിക്ക് കയറാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് മെസ്സേജ് ഇടരുത് ദയവായിട്ട്. അസൈൻമെന്റുകൾ ഗൗരിയച്ചൻ ഇന്നലെ സംസാരിച്ചിരുന്നു. 8 അസൈൻമെന്റുകളാണ് തരുന്നത്. 8 ക്ലാസ് ആണുള്ളത്. ക്ലാസ് മിസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും 7:30 മുതൽ 8 വരെ, കൃത്യം 7:30. ഇന്നിപ്പോ ജെയ്സൺ ചേട്ടൻ കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 7:30 തന്നെ തുടങ്ങും. 8:30 നമ്മൾ അവസാനിപ്പിക്കും. അസൈൻമെന്റുകൾ പൂർത്തിയാക്കുന്നത് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കൊണ്ട് തീർക്കണം. അതിന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന
അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ആനിമേറ്റേഴ്സ് ആയിട്ടുള്ളത്. അവർക്കും ഈ വീഡിയോസ് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക. സോ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു മീറ്റിംഗിലേക്ക് നമ്മുടെ കേരള CBSE എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ഫാദർ അഭിലാഷ് ഗിരിരാജനെ ആദവമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ ഈ ഒരു സംരംഭത്തിന് നേതൃത്വം നൽകുന്നതിന് അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ആദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഈ കഴിഞ്ഞ സെഷനിൽ 8 ക്ലാസ്സുകൾ എടുത്ത ഗ്രിഗറി അച്ഛനാണ്. ഗ്രിഗറി അച്ഛൻ ഓൾറെഡി ജർമ്മനിയിലാണ്. ഇദ്ദേഹം ഇന്നലെ ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഇന്നലെ സംബന്ധിച്ചിരുന്നു. കയറി കാണും എന്ന് വിശ്വസിക്കുന്നു. അച്ഛൻ കയറിക്കോളും. കൃത്യമായിട്ട് ഈ ഒരു എഡ്യൂക്കേഷൻ ഉള്ള ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് മെനക്കെടുന്നുണ്ട്. അദ്ദേഹത്തിനും ഈ ഒരു നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഗ്രിഗറി അച്ഛനെ. അതുകൂടാതെ നമ്മുടെ ജെയ്സൺ ആദംപള്ളി സാറാണ്. അദ്ദേഹം നമ്മുടെ അസോസിയേറ്റ് കേരള CBSE എഡ്യൂക്കേഷൻ കമ്മീഷന്റെ അസോസിയേറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു സിസ്റ്റർ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. 16 പേരടങ്ങുന്ന ഒരു ടീമുണ്ട്. അത് കൂടാതെ 36 പേരടങ്ങുന്ന കഴിഞ്ഞ സെഷനിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച, അസൈൻമെന്റ് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച 36ഓളം ആനിമേറ്റേഴ്സ് ഉണ്ട്. ഓരോ ഗ്രൂപ്പിലും 2 ആനിമേറ്ററും പിന്നെ അത് കൂടാതെ 4 ചീഫ് ആനിമേറ്റേഴ്സിനും ഉണ്ട്. ആർക്കേഞ്ചല സാറ്, വിശ്വനാഥ് സാറ്, ജെറാർഡ് സാറ്, സിസ്റ്റർ ബിജിത്ത മേരി. ഇങ്ങനെ ആണ് നമ്മുടെ ഗ്രൂപ്പ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പ്രത്യേകം പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രസംഗ പരിശീലന, നേതൃ പരിശീലന പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷനാണ് നമ്മുടെ അസൈൻമെന്റുകൾ വരിക. തിയറി സെക്ഷൻ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന പ്രാക്ടിക്കൽ സെക്ഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും ശുശ്രൂഷ സമിതികളിലും നേതാക്കന്മാരെ ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിന് നേതാക്കന്മാരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്, ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് നേതാക്കന്മാരെ ആവശ്യമാണ്. അപ്പൊ അതിലൂടെ എല്ലാവർക്കും വിജയിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ഇന്നത്തെ ഗ്രൂപ്പ് കോർഡിനേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം രണ്ട് ഗ്രൂപ്പിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഓവർ ടു യു ജെയ്സൺ സർ. താങ്ക് യു. താങ്ക് യു ശ്രീ ജൂലിയൻ ജെയിംസ്, ഡയറക്ടർ അക്കാഡമി. ഇനി നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും സുപ്രധാനമായ നിമിഷമാണ്. നമ്മുടെ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ നേതൃത്വ മേഖലകളിൽ അവിസ്മരണീയമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കേരള CBSE എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്രട്ടറി റവറന്റ് ഫാദർ അഭിലാഷ് ഗ്രിഗറിയെ ഈ 2ാം ബാച്ചിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛ, സ്നേഹമുള്ള ജെയ്സൺ സാർ, ജൂലിയൻ സാർ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, മറ്റ് ആനിമേറ്റേഴ്സ്, കോർഡിനേറ്റേഴ്സ്, ഇതിൽ പങ്കെടുക്കാനായി കടന്നു വന്ന സ്നേഹമുള്ള പാർട്ടിസിപ്പൻസ്, ഒത്തിരി സന്തോഷത്തോടുകൂടി കേരള CBSE എഡ്യൂക്കേഷൻ കമ്മീഷൻ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോവുകയാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പബ്ലിക് സ്പീക്കിങ്ങിലൂടെ നേതൃത്വ നിരയിലേക്ക് കുറച്ചുപേരെ വളർത്തിക്കൊണ്ടുവരിക എന്നൊരു പരിശ്രമമായിരുന്നു. ആ ഒരു പരിശ്രമത്തിൻ്റെ ആദ്യഘട്ടം വിജയം വരിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് നമ്മൾ 2ാമത്തെ ഒരു ഫേസ് ആരംഭിക്കുന്നത്. ഈ ഒരു ഫേസിലേക്ക് പുതിയതായിട്ട് കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്ത പലരും ഇപ്രാവശ്യം ഇതിൻ്റെ ആനിമേറ്റേഴ്സായും കോർഡിനേറ്റേഴ്സായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം നമ്മൾ ചെയ്ത ഒരു പരിശീലന പരിപാടി വിജയം വരിച്ചു എന്ന് കാണുന്നത് അതിൽ പങ്കെടുത്ത ആളുകൾ വളരുകയും അവർക്ക് ലഭിച്ച അറിവ് മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ള സന്നദ്ധത കാണിക്കുമ്പോഴാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരു ചെറിയൊരു ഗ്രൂപ്പ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതിൽ അതിയായ സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. നമ്മൾ ഈ ഒരു 8 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പബ്ലിക് സ്പീക്കിങ്ങിലൂടെ ഒരു നല്ല നേതാവിനെ വാർത്തെടുക്കാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടത്തുന്നത്. ഇത് വിജയം വരിക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം. ഒരുപക്ഷെ നമ്മൾ ഈ ഒരു പദ്ധതി വിജയം വരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഒരു പബ്ലിക് സ്പീക്കർ ആകണമെങ്കിൽ
നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം, നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ ജീവിതത്തിൽ വിജയം വരിക്കുന്നതിന്, അത് വിശ്വാസ ജീവിതത്തിലാകാം, അല്ലെങ്കിൽ മറ്റ് സാമൂഹിക ജീവിതത്തിലാകാം, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ വിദ്യാഭ്യാസ രംഗത്താകാം, ഏതിലും വിജയം വരിക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം കൺസിസ്റ്റൻസി എന്നൊരു കാര്യമാണ്, സ്ഥിരത. നമുക്ക് പലപ്പോഴും സാധാരണ പറയുന്നത് വിജയം വരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ആഗ്രഹം വേണം, കഴിവ് വേണം. സത്യത്തിൽ ആഗ്രഹമില്ലാത്ത ആരും തന്നെ ഉണ്ടാകുകയില്ല. നമുക്ക് നല്ലതുപോലെ സംസാരിക്കണമെന്നും ഒരു നല്ല നേതാവാണെന്നും ആഗ്രഹിക്കാത്ത ആരുമില്ല. അതുപോലെ തന്നെ അതിനുള്ള കഴിവ് നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ആരെയും കഴിവ് കുറഞ്ഞവരായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. നമുക്കെല്ലാം അതിനുള്ള കഴിവുമുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും എങ്ങും എത്തിപ്പെടാതെ പോകുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സ്ഥിരതയോടുകൂടി അധ്വാനിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ കഴിവ് സ്ഥിരതയോടുകൂടി ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തത്. നമ്മൾ പലപ്പോഴും ഒത്തിരി ആവേശത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങും. ആവേശം തണുക്കുമ്പോൾ നമ്മളും തണുത്തു പോകും. നമ്മുടെ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കത്തില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മാറ്റിവെക്കും. എന്നാൽ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്ന നിങ്ങളോടെല്ലാവരോടും എനിക്ക് പറയുവാൻ ഉള്ള സന്ദേശം, നൽകുവാനുള്ള സന്ദേശം ഇതാണ്: ബി കൺസിസ്റ്റന്റ്. നിങ്ങൾ സ്ഥിരതയോടുകൂടി ഈ 8 ആഴ്ച കൃത്യം വെള്ളിയാഴ്ച 7:30 ഈ ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യുകയും ഈ ഗൂഗിൾ മീറ്റിലൂടെ ഗ്രിഗറി അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ ആ ഹോംവർക്കുകൾ കൃത്യമായി ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും ഈ അവധിക്കാലം കഴിയുമ്പോൾ, ഈ 8 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, ഇനിയും മുൻപോട്ട് പോകാൻ എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു. എനിക്ക് എവിടെയെങ്കിലും നിന്ന് പ്രസംഗിക്കാനായിട്ട് അല്ലെങ്കിൽ 2 വാക്ക് പറയാനായിട്ട് എനിക്ക് ഒരു ആത്മവിശ്വാസം വന്നു എന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ 8 ആഴ്ചയിലെയും ക്ലാസ്സുകൾ കേൾക്കുകയും നമ്മൾ അതിനനുസരിച്ചുള്ള ഹോംവർക്കുകൾ ചെയ്യുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത് നമ്മൾ ഇതിൻ്റെ ഒരു മൊഡാലിറ്റി നിങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ്. നമ്മൾ ഈ പറയുന്ന ഇന്ന് തുടങ്ങുന്ന എല്ലാവരും ഏറ്റവും അവസാനത്തെ ക്ലാസ് വരെ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. നമ്മുടെ ഈ കമ്മീഷന്റെ ചെയർമാനായിരിക്കുന്നത് കൊച്ചി മെത്രാനായിരിക്കുന്ന അഭിവന്ദ്യ ആന്റണി കാട്ടുപറമ്പിൽ പിതാവാണ്. പിതാവ് വരുന്ന ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും പിതാവിൻ്റെ സൗകര്യം അനുസരിച്ച്, സമയത്തിന് അനുസരിച്ച് പിതാവ് നമ്മളെയൊക്കെ ഈ ഗൂഗിൾ മീറ്റിൽ കാണാനായിട്ട് വരാം. അപ്പോൾ പിതാവിനെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, ഏറെ പ്രത്യേകിച്ച് ഗ്രിഗറി അച്ഛനെ ഓർക്കുകയാണ്. ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന വാക്ക് നമ്മൾ പഠിക്കാൻ പറ്റുന്ന ഒരാൾ ഗ്രിഗറി അച്ഛനാണ്. ഗ്രിഗറി അച്ഛൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നിട്ട് പോലും അച്ഛൻ ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. അച്ഛനെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ജേസൺ സാർ, ജൂലിയൻ സാർ, മറ്റ് കോർഡിനേറ്റേഴ്സ്, ആനിമേറ്റേഴ്സ്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ സേവനങ്ങൾക്കും നന്ദി പറയുന്നു. അപ്പം ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നിങ്ങളെ സമയം മാറ്റിവെച്ച് നിങ്ങൾ ഈ ഒരു പദ്ധതിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്നും കൂടുതൽ വളർച്ച ഉണ്ടാകുമെന്നും ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ നന്ദി അഭിലാഷ് അച്ഛ. ഒരു ദീപം കൊളുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശം പോലെ നമ്മുടെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്ന വാക്കുകൾക്കായി റവറന്റ് ഫാദർ ഗ്രിഗറി RBA ആദ്യത്തെ സെഷനിലേക്ക് നടത്തുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഓവർ ടു ഫാദർ ഗ്രിഗറി. ഗ്രിഗറി അച്ഛൻ ജർമ്മനിയിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. 7:30 കഴിഞ്ഞ് 7:45 അച്ഛനെ വെയിറ്റ് ചെയ്യാ. ശരി അച്ഛൻ കയറിക്ക്. ഗ്രിഗറി അച്ഛനായിരുന്നു. അച്ഛൻ മറന്നുപോയി. മറന്നതല്ല, ടൈം വേരിയേഷൻ വന്നോണ്ട് അച്ഛൻ ഓർത്തില്ല. 7:30 ആയോ എന്ന് എന്നോട് ചോദിക്കും. ഇപ്പൊ കയറും. അവിടെ ഇപ്പൊ വെളുപ്പിന് അല്ല, ഇപ്പൊ 5 മണിക്കൂർ. അച്ഛൻ ജർമ്മനിയിലാണ്. 5 മണിക്കൂർ ഡിഫറൻസ് ചെയ്യാൻ. 5 മണിക്കൂർ ഡിഫറൻസ്. ഹലോ കേൾക്കാം. ഓക്കെ, നിങ്ങളെ പരിപാടി കഴിഞ്ഞായിരുന്നു? കഴിഞ്ഞു. സോറി.
ഉദ്ഘാടനം കഴിഞ്ഞു, അച്ഛന്റെ സെഷനാണ് ഇനി. റൈറ്റ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് വീണ്ടും ഒരു സെഷനിലേക്ക് കിടക്കുകയാണ്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ പൊതുവായിട്ട് ഒരു ഇൻട്രഡക്ഷൻ പറയാണ്, എന്താണ് ഇതിനെ കുറിച്ചുള്ള ഒരു ആവശ്യകത എന്താണെന്നതിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. അടുത്ത ആഴ്ച മുതലാണ് നമ്മൾ അതിന്റെ ഓരോ മൊഡ്യൂൾഡായിട്ട് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിന്റെ അവിഭാജ്യമായ ഘടകമാണ് നേതൃത്വം എന്ന് പറയുന്നത്. ഏതൊരു സമൂഹം നിലനിൽക്കണമെങ്കിൽ നേതൃത്വം അനിവാര്യമാണ്. നേതാവാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പൊ നേതാവിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യനായിട്ട് മാറുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് കാര്യങ്ങൾ വ്യക്തമായും സുതാര്യമായും യുക്തിപരമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. ആശയങ്ങളെ സംവേദനം ചെയ്യാൻ പറ്റുന്ന ആളാണ്. ആശയങ്ങൾ സംവേദനം ചെയ്യുമ്പോൾ അത് ആകർഷകമായും യുക്തിസഹജമായും അടുക്കും ചിട്ടയുമായും ക്രമമായും ചെയ്യുമ്പോൾ അത് കേൾക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ആളുകൾ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് വരുന്നതിന് കാരണമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലീഡറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ സഭാ സമൂഹത്തിൽ ഏതൊരു സംവിധാനത്തിലായിരുന്നാലും അയാളുടെ വാക്ക്, അയാളുടെ സംവേദനക്ഷമത വളരെ അർത്ഥവത്താണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കേരളത്തിന്റെ അവസ്ഥയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ലത്തീൻ സമുദായം എന്ന് പറയുന്നത് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായമാണ്. പിന്നോക്കം എന്ന് പറയാൻ പാടില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയും സാമ്പത്തിക സാമൂഹ്യ അവസ്ഥകളിലൂടെയൊക്കെ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സമുദായത്തിന്റെ ഉദ്ധാരണത്തിന് ആവശ്യമായത് നേതൃത്വത്തിലേക്ക് എല്ലാ ജനങ്ങളെയും വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നേതൃത്വം ഉണ്ടാകണമെങ്കിൽ നല്ലവണ്ണം ഉച്ചരിച്ച് സംസാരിച്ച് പഠിക്കുന്ന ഒരു രീതി നമുക്കുണ്ടാകണം. ഇപ്പൊ കുമാരനാശൻ ഉൾപ്പെടുന്ന ഈ കുമാരനാശനും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളും പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തെ വളർത്തുവാൻ വേണ്ടി ആദ്യം ചെയ്തത് അവരെ നേരെ നിർത്തി പഠിപ്പിച്ച് സംസാരിപ്പിക്കുക എന്നുള്ള ഒരു ട്രെയിനിങ് ആണ് കൊടുത്തത്. അപ്പൊ ഒരു സംസാര ശൈലി വളർത്തിയെടുക്കുക, നല്ലവണ്ണം പറയുക, പറയിപ്പിക്കുക, അതാണ് ആവശ്യമെന്ന് അതിന്റെ നേതാക്കൾ മനസ്സിലാക്കി. അതുകൊണ്ട് അവർ ചെയ്തതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു ഫോക്കസിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ പിന്നോക്കം നിൽക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ബോധപൂർവം നമ്മുടെ ആളുകളെ ഉയർത്തുവാനും വളർത്തുവാനും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആളുകളെ നല്ല രീതിയിൽ സംസാരിപ്പിക്കുവാൻ പര്യാപ്തരാക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിശീലന പരിപാടി നമ്മുടെ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് ഇതിന്റെ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. നമ്മുടെ ആളുകൾക്ക് നേരെ നിന്ന് സംസാരിക്കുവാനുള്ള ഒരു ബോധ്യം ഉണ്ടാകണം, ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം, ഒരു സാഹചര്യം ഉണ്ടാകണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, ഈ ഒരു ആവശ്യകത നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് അതിന് എല്ലാവരെയും ഒരുപോലെ നമുക്ക് നേരത്തേക്ക് വളർത്താൻ കഴിയുന്നു വരില്ല. പക്ഷെ നമുക്ക് മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ, രണ്ടാം നിരയിൽ നിൽക്കുന്ന ആൾക്കാർ, ഇങ്ങനെ പല തലത്തില് നേതൃത്വം ഉണ്ടല്ലോ. അപ്പൊ ഒന്നാം നിരയിൽ നിൽക്കുന്ന നേതാക്കളാകുവാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും രണ്ടാമത്തെയും മൂന്നാമത്തെയും നിലയിലൊക്കെ നമ്മുടെ ആളുകളെ വളർത്തിയെടുക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ശക്തീകരണ പരിപാടിയാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. അപ്പൊ ഒരു ശക്തീകരണമാണ് ഈ പ്രസംഗ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ നേതൃത്വത്തിലേക്ക് ശക്തി പകരുവാൻ സഹായിക്കുന്ന ചില ഘടകങ്ങളിൽ ഒന്നാണ് പ്രധാനമായിട്ട് പ്രസംഗം. അപ്പൊ അതുകൊണ്ട് ഈ ശക്തീകരണ പ്രക്രിയയിൽ നമുക്ക് നമ്മെ തന്നെ വളർത്തിയെടുക്കുവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് പ്രസംഗം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രസംഗ പരിപാടിയിലൂടെ നമ്മുടെ ആളുകളെ സംസാരിക്കുവാനും പ്രസംഗിപ്പിക്കുവാനും പ്രത്യേകിച്ച് ഭയമില്ലാതെ ഒരു സമൂഹത്തോട് സംവദിക്കുവാൻ വേണ്ടി പര്യാപ്തരാക്കണം. അപ്പൊ ഒരു സമുദായത്തിന് മുമ്പിൽ നിന്നുകൊണ്ട്, ഒരു സമൂഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ട്, ഞാനത് മാറി മാറി പറയുന്നത് രണ്ടും നമ്മളെ സംബന്ധിച്ചത് ഒരുപോലെ അർഹമാണ്. അതുകൊണ്ടാണ്. അപ്പൊ അത് നമ്മെ പര്യാപ്തമാക്കുന്ന എന്താണ്? ബോധപൂർവം കോൺഫിഡൻസോടുകൂടി പറയുക എന്നുള്ള ഒരു ധൈര്യം സംഭരിച്ചെടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് അതിനുള്ള ധൈര്യം കിട്ടാറില്ല. ഒരു പൊതുവേദിയിൽ ഒന്ന് സംസാരിക്കാനുള്ള ആശയമില്ല, അത് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവില്ല. അങ്ങനെയൊക്കെയുള്ള വൈകല്യം കൊണ്ട് അങ്ങനെ പറയാനും പറഞ്ഞു പഠിപ്പിക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ കഴിവുള്ളവരാണ് സമുദായത്തിലും സമൂഹത്തിലൊക്കെ വളർന്നു വരുന്നത്. ഇപ്പൊ രാഷ്ട്രീയത്തിലായിരുന്നാലും ശരി, രാഷ്ട്രീയത്തിൽ മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക മേഖലയിലായിരുന്നാലും ശരി, അവിടെ മാത്രമല്ല വിദ്യാഭ്യാസ മേഖല, ഏതെല്ലാം മേഖലകളിലും ആൾക്കാർ വളർന്നു വരുന്നു അവരൊക്കെ ഈ രീതിയിൽ പറഞ്ഞ് കാര്യങ്ങൾ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിവുള്ളവരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രസംഗ പരിശീലനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേതൃത്വത്തിലേക്ക് നമ്മെ നയിക്കുന്ന വലിയൊരു ഘടകമാണ്. അതിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് അത് നമ്മളെല്ലാവരെയും വളർത്തിയെടുക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭാഷണ ശൈലിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രസംഗം ഒരു കലയാണ്. ഏതൊരു കലയും വെറുതെ കിട്ടത്തില്ല. ഏതൊരു കലയും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അത് നിരന്തരം അഭ്യസിക്കണം.
നിത്യ അഭ്യാസി ആന എടുക്കും, അല്ല അഭ്യാസമില്ലാത്തവൻ പേന പോലും എടുക്കില്ലെന്നാണ് നമ്മുടെ കുഞ്ഞിന്റെ മാഷ് പറഞ്ഞത്. അപ്പം നിരന്തരം അഭ്യസിക്കുന്നവന് മാത്രമേ ഒരു പ്രസംഗകനാകാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു കല രൂപപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ശ്രമിക്കുന്നത്. അപ്പൊ കല വളരണമെങ്കിൽ വളർത്തണം. ആരും കലാകാരന്മാരായിട്ട് ജനിക്കുന്നില്ല. ഷേക്സ്പിയർ വളരെ മനോഹരമായിട്ട് ഒരു വാക്യം പറയുന്നുണ്ട്, സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നെസ്, സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. ചില ആളുകൾ മഹാന്മാരായി ജനിക്കുന്നു, മറ്റു ചിലര് മഹത്വം നേടിയെടുക്കുന്നു, വേറെ ചിലർക്ക് മഹത്വം അടിച്ചേൽപ്പിക്കപ്പെടുന്നു. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഒരുപക്ഷെ ഭൂരിപക്ഷം ആളുകളും അങ്ങനെ മഹാന്മാരായിട്ടോ അല്ലെങ്കിൽ കലാകാരന്മാരായിട്ടോ ജനിക്കുന്നവരല്ല, നേടിയെടുക്കേണ്ടതാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് നമ്മൾ കേട്ടത്. കല വളരണമെങ്കിൽ അത് അഭ്യാസത്തിലൂടെയും പരിശീലനത്തോടെയും വളർത്തിയെടുക്കണം. അതിനുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളിന്ന് തുടങ്ങുന്ന ഈ ഒരു പ്രക്രിയയിൽ നിങ്ങളുടെ നിരന്തരമായ പരിശ്രമവും പരിശീലനവും ആവശ്യമാണ്. ഇതില്ലെങ്കിൽ നമുക്ക് എത്ര ട്രെയിനിങ് നടത്തിയാലും ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. അപ്പൊ നമ്മൾ ഒരു നീന്തൽ പഠിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കറിയാലോ, നീന്തൽ പഠിക്കുവാൻ വേണ്ടി പോസ്റ്റിലൂടെ കിട്ടുന്ന ലെസൺസ് മാത്രം കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ കയറിക്കൊണ്ട് അതിന്റെ തത്വം പഠിച്ചുകൊണ്ട് അവൻ നീന്തൽ വിദഗ്ധനാകുകയില്ല. അപ്പം വെള്ളത്തിലേക്ക് ഇറങ്ങി ചാടണം. ചാടുമ്പോഴാണ് അവന് നീന്തുവാനുള്ള കരവിരുത് കിട്ടുന്നത്. അപ്പൊ അതുപോലെ നമ്മളും പ്രസംഗത്തിലേക്ക് എടുത്ത് നമ്മെ തന്നെ ചാടണം. ചാടുമ്പോഴുണ്ടാകുന്ന കരവിരുതാണ് നമ്മൾ അഭ്യാസത്തിലൂടെ നേടിക്കേണ്ടത്. അതുകൊണ്ട് പ്രസംഗ കല എന്ന് പറയുന്നത് നിരന്തരം അഭ്യാസത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ് എന്നുള്ളത് നമ്മൾ ബോധപൂർവ്വം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പ്രസംഗ കലയെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ പ്രസംഗ കല എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ആ ഘടകങ്ങളെ എന്നൊക്കെ പിന്നെ പറയാം. അപ്പൊ ജസ്റ്റ് ഒന്ന് പൊതുവായിട്ട് നമ്മളൊന്ന് കാണുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശാരീരികമായ ഘടകമുണ്ട്, ബൗദ്ധികമായ ഘടകമുണ്ട്, ഒരു മാനസികമായ ഘടകമുണ്ട്, അതോടൊപ്പം തന്നെ വൈകാരികമായ ഘടകമുണ്ട്. അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രസംഗിക്കുമ്പോൾ അവന്റെ നിൽപ്പും ശാരീരികമായ ഭാവവും ഒക്കെ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് പരിശീലനത്തിലൂടെ നമ്മൾ സ്വായത്തമാക്കണം. അനായാസമായിട്ട് നമ്മുടെ ആംഗ്യങ്ങളെ വിന്യസിപ്പിക്കുവാനും ആംഗ്യങ്ങളെ ക്രമാനുഗതമായിട്ട് വിന്യസിപ്പിച്ചുകൊണ്ട് ആശയങ്ങളെ അതിന് ആനുപാതികമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ശക്തി നമ്മൾ സംഭരിച്ചിട്ടുണ്ട്. അതാണ് ശാരീരികം എന്ന് പറയുന്നത്. അല്ല മനസ്സൊരിടത്ത്, നമ്മുടെ വാക്കുകൾ വേറെടുത്ത്, നമ്മുടെ ഹൃദയം മൂന്നാമത് വേറെ തരത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രസംഗം വിജയിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ഏതൊരു പ്രസംഗവും വിജയിക്കണമെങ്കിൽ ശാരീരികമായ ഒരു ക്രമീകരണവും ഒരു ക്രമവൽക്കരണവും ആവശ്യമാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഭാഷ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് എല്ലാ ഘടകങ്ങളോടൊപ്പം ഈ ശരീരത്തിന്റെ ഭാഷയും സംയോജിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകണം. അപ്പൊ അങ്ങനെ സംയോജിക്കപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ വാക്കുകൾക്ക് മനോഹാരിതയും ചാരുതയും ഉണ്ടാകുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശാരീരികമായ അവസ്ഥ. അപ്പം അതിന് നമുക്ക് ശരിയായിട്ടുള്ള യുക്തിഭക്തത ഉണ്ടാകണം. കാര്യങ്ങൾ അടുക്കും ചിട്ടയുമായിട്ട് പറയാൻ കഴിയണം. അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതോടൊപ്പം ശാരീരികമായ ഭാഷയും ശാരീരികമായ ആംഗ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ രണ്ടാമത്തെ ഘടകമായിട്ട് നമ്മൾ പറയുന്നത് ബൗദ്ധികമായ ഘടകമാണ്. ബുദ്ധിപരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രസംഗവും പറയണമെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുന്നതിന്റെ ലോജിക്കൽ കണക്ഷനാണ്, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമില്ലാതെ സംസാരിക്കുക എന്നുള്ളതാണ്. പരസ്പര വിരുദ്ധമുള്ള സംസാരം ഒരിക്കലും ആരും അംഗീകരിക്കത്തില്ല. ഒരു പൊതു സദസ്സിൽ വന്നു കഴിയുമ്പോൾ അവൻ പറയുന്നതിൽ പരസ്പര ബന്ധമുണ്ടോ, പരസ്പരം യുക്തിപൂർവമായ രീതിയിലാണോ അവൻ പറയുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ നമുക്ക് യുക്തിപരമായ ബുദ്ധിപരമായ ഒരു വളർച്ചയും ആവശ്യമാണ്. ശാരീരികമായിട്ട് ഒപ്പം തന്നെ യുക്തിപരമായ ബുദ്ധിപരമായ വളർച്ച ആവശ്യമാണ്. അപ്പൊ ബുദ്ധിയിലൂടെ ഉണ്ടാകുന്നത് കാര്യങ്ങൾ ശരിയാവണ്ണം പറഞ്ഞ് ഫലിപ്പിക്കുവാൻ കഴിവുള്ള സാധ്യതകളാണ്. അപ്പൊ നമ്മൾ ഒരു ആശയം പറയുമ്പോൾ ആ ആശയത്തെ വിപുലീകരിച്ചും അതിന്റെ ആശയത്തെ വളരെ മനോഹരമായും അടുക്കും ചിട്ടയുമായിട്ട് പറയുവാൻ കഴിയുന്നതിനെയാണ് ആ ഒരു ബുദ്ധിപരമായ കഴിവെന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പറയുവാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കണം. അതുപോലെ തന്നെ മാനസികമായ ഒരുക്കം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. മനസ്സിന് പ്രധാനമായിട്ടുണ്ടാകുന്നത് സന്തോഷം തരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ സന്തോഷത്തോടുകൂടി പ്രസംഗിക്കുകയും സന്തോഷത്തോടുകൂടി ആ പ്രസംഗത്തിന്റെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർക്കും സന്തോഷം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷത്തെ ഗുഡ് ന്യൂസ് എന്ന് വിളിക്കുന്നത്. അത് സുവിശേഷമാണ്, നല്ല വിശേഷമാണ്. നല്ല വിശേഷമായിട്ടാണ് നമ്മളെ സഭയിലാകമാനം പ്രഘോഷിക്കപ്പെടുന്നത്, ഇന്നും പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുപോലെയാണ്. ഓരോ പ്രസംഗകനും യേശുവിന്റെ രക്ഷയുടെ സന്ദേശം പറയുന്നത് പോലെ സന്തോഷത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടവനാണ്.
അപ്പൊ ആ ഒരു സന്തോഷത്തിൻ്റെതായി മനോഭാവങ്ങൾ വളർത്തിയെടുക്കണം, സന്തോഷത്തിലേക്ക് നയിക്കുന്ന രീതിയിലായിരിക്കണം. അപ്പം ബുദ്ധിപരമായി എന്നതുപോലെ ശാരീരികമായി എന്നതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് മാനസികമായ ചേർച്ചയും. നാലാമത് നമുക്ക് വേണ്ടത് വൈകാരികമായിട്ടുള്ള ഒരു തലമാണ്. നമ്മുടെ വൈകാരികമായിട്ട് ഉണർത്തുവാൻ കഴിയണം. ഏതൊരു പ്രസംഗവും അർത്ഥവത്താകുന്നതും ആവേശപുളകിതമുള്ളതായിട്ട് മാറുന്നതും വികാരപരമായിട്ട് ആളുകളെ ഉണർത്തുവാൻ കഴിയുമ്പോഴാണ്. ഹിറ്റ്ലർ ജർമ്മൻ ജനതയെ നേടിയെടുക്കുന്നതിന് കാരണമായിട്ട് മാറിയത് വൈകാരികമായ ഒരു സമീപനത്തിലൂടെ അദ്ദേഹം പ്രസംഗത്തിലൂടെ ആളുകളെ കൈവശപ്പെടുത്തിയാണ്. പ്രത്യേകിച്ച് യുവതീവാക്കളെ എല്ലാം നമ്മൾ ജർമ്മൻകാരാണ്, നമ്മൾ ലോകത്തെ മുഴുവൻ ഭരിക്കേണ്ടവരാണ്, നമ്മൾ വിശേഷാൽ ഒരു ശക്തിയുള്ള രക്തത്തിന്റെ ഉടമകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവേശഭരിതരാക്കിയാണ് അദ്ദേഹം ഈ ജർമ്മൻ ജനതയ്ക്ക് ഇടയ്ക്കിയത്. അപ്പൊ അങ്ങനെ ലോകത്തെ മുഴുവൻ ഭരിക്കാൻ പോകുന്ന പ്രത്യേകമായ ഒരു ജനുസാണ് നമ്മളെന്ന രീതിയിലുള്ള ഒരു ആവേശം. അപ്പൊ യുവാക്കൾക്കൊക്കെ അതൊരു ആവേശമായിട്ട് മാറി. അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്ന പ്രശസ്ത പ്രസംഗകരെന്ന് പറയപ്പെടുന്ന മാർട്ടിൻ ലൂതർ കിങ്, അമേരിക്കയില് കറുത്ത വർഗക്കാരെ ഇളക്കി മറിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ആ വൈകാരികമായ ഒരു സമീപനമാണ്. വൈകാരികമായ സമീപനത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു വാക്യം നമുക്കറിയാമല്ലോ, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം നമ്മൾ വെള്ളക്കാരെ പോലെ അവരോടൊപ്പം സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഇടപഴകുകയും ചെയ്യുന്ന ആളുകളായിട്ട് മാറണമെന്നുള്ളൊരു സ്വപ്നത്തെ ജനങ്ങളുടെ സ്വപ്നമാക്കി മാറ്റി ആ സ്വപ്നത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് എല്ലാവരെയും ആ സ്വപ്നത്തിലേക്ക് എത്തിക്കുകയും അങ്ങനെ അബ്രഹാം ലിങ്കനെ കൊണ്ട് നിയമം തന്നെ മാറ്റിമറിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നതിന് കാരണമായിട്ട് മാറി. അപ്പൊ അത് അദ്ദേഹത്തിന്റെ വൈകാരികമായ ആവേശത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ വൈകാരികമായിട്ടുള്ള ഒരു തലം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രസംഗത്തിൽ. വികാരപരമായിട്ട് നമുക്ക് പ്രസംഗത്തെ സമീപിക്കുവാൻ കഴിഞ്ഞാൽ ഇനിയും ധാരാളം ഉദാഹരണങ്ങൾ ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയും. ലോക പ്രശസ്ത പ്രസംഗകർ എന്ന് പറയപ്പെടുന്ന മഹാത്മാഗാന്ധി അത്രയും വലിയ പ്രസംഗനല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രസംഗം അതിലെ ആശയങ്ങൾ ലോകത്തെ മുഴുവനും ചലിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ഭാരതത്തെ ചലിപ്പിക്കുന്നതിന് കാരണമായിട്ട് മാറി. അതിനേക്കാൾ വളരെ മനോഹരമായിട്ട് പ്രസംഗമായിട്ട് പറയപ്പെടുന്ന നെഹ്റുവിൻ്റെതാണ്. മഹാത്മാഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസംഗം അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായി. ദ സൺ ഹാസ് ഗോൺ ഔട്ട് ഓഫ് ദ വേ ഇസ് നോട്ട് ആൻ ഓർഡിനറി. ഒരു പ്രകാശം നമ്മളിൽ നിന്ന് അകന്നുപോയി, ആ പ്രകാശം സാധാരണ പ്രകാശമായിരുന്നില്ല, ഇത് അസാധാരണമായ ഒരു പ്രകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ആ ഒരു ചരമപ്രസംഗമായിരുന്നെങ്കിൽ തന്നെയും അത് വളരെയധികം വൈകാരികമായ ഉണർത്തുപാട്ടായിട്ട് മാറുന്നതിന് കാരണമായിട്ട് മാറി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച ചരിത്രത്തിലെ ആദ്യ പ്രസംഗം എന്ന് പറയപ്പെടുന്നതാണ് മാർക്കാനയുടെ പ്രസംഗം. അപ്പൊ മാർക്കാനയുടെ പ്രസംഗത്തിൽ സ്വാഭാവികമായിട്ടും ബ്രൂട്ടസിനെ കുറ്റക്കാരനായിട്ട് തീരക്കത്തെ രീതിയിലുള്ള ഒരു ആവേശം അവിടെ കൂടിയെന്ന് ജനങ്ങളുടെ മേല് ഉണർത്തുവാൻ കഴിഞ്ഞു. അങ്ങനെ ബ്രൂട്ടസിനെതിരായിട്ട് ജനങ്ങളുടെ രോഷം ഉണർത്തുകയും ആ ജനരോഷം ബ്രൂട്ടസിനെതിരെ തിരികുകയും ചെയ്യുന്ന വളരെ ചരിത്രപരമായ ഒരു പ്രസംഗമായിട്ട് മാറി. അങ്ങനെ വൈകാരികമായ തലം നമ്മുടെ പ്രസംഗത്തിന് ആവശ്യമാണ്. വികാരം കൊണ്ടും ബൗദ്ധികമായ ശക്തി കൊണ്ടും മാനസികമായ ഉല്ലാസത്തോടും ശാരീരികമായ വിന്യാസത്തോടും കൂടി പ്രസംഗിക്കുമ്പോഴാണ് ഒരു പ്രസംഗം ഏറെ ആകർഷകവും ജനോപകാരപ്രദമായിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 4 ഘടകങ്ങളെയും നമുക്ക് എങ്ങനെ സമന്വയിപ്പിച്ച് എൻ്റെ പ്രസംഗത്തിൽ അവതരിപ്പിക്കുവാൻ കഴിയുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രീതിയിൽ 4 രീതിയിൽ നമ്മൾ ഒരുക്കം നടത്തണം. നമ്മുടെ ശരീരപരമായിട്ട് ഒരുക്കം നടത്തണം, ബുദ്ധിപരമായിട്ട് ഒരുക്കം നടത്തണം, മാനസികമായിട്ട് ഒരുക്കം നടത്തണം, നമ്മുടെ വൈകാരികമായ ഇമോഷണലായിട്ട് ഈ ഒരുക്കങ്ങളിലൂടെ നമുക്ക് പ്രസംഗം കൊണ്ട് ജനങ്ങളെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് മനസ്സിലാക്കാം. ഇനി നമ്മുടെ പ്രസംഗത്തില് ഏറ്റവും കൂടുതൽ നമ്മളെ സംബന്ധിച്ചുള്ള മറ്റ് വിശ്വാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രൈസ്തവ വിശ്വാസത്തെ ക്രൈസ്തവ വിശ്വാസമാക്കി മാറ്റുന്നത് പ്രസംഗമാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് എന്താണ്? നിങ്ങൾ പോയി ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കുക, പഠിപ്പിക്കുക. വീണ്ടും വീണ്ടും കർത്താവ് പറയും, ഏകദേശം 23ഓളം സമയം അങ്ങനെ പറയും. കർത്താവ് പറയും, നിങ്ങൾ പോയി ലോകത്ത് മുഴുവൻ പറയണം, പഠിപ്പിക്കണം, പ്രബോധിപ്പിക്കണം. ഈ വാക്കുകളൊക്കെ പ്രത്യേകിച്ച് ടീച്ച് ആൻഡ് പ്രീച്ച്, ഈ 2 വാക്കുകളും വളരെ ആധികാരികമായിട്ട് യേശു പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. പ്രീച്ച് ആൻഡ് ടീച്ച്. പ്രീച്ച് എന്ന് പറയുന്നത് പ്രൊക്ലമേഷൻ ആണ്, ടീച്ച് എന്ന് പറയുന്നത് മോറൽ ഇൻസ്ട്രക്ഷൻ ആണ്. രണ്ടാണ്. എന്നിരുന്നാലും ഇപ്പൊ പ്രീച്ചിങ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുതിയ സുവിശേഷത്തിന്റെ വെളിച്ചം പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. ടീച്ചിങ് നൽകുക എന്ന് പറഞ്ഞാൽ മോറൽ ഇൻസ്ട്രക്ഷൻസ്, ധാർമ്മികമായ ഉപദേശം നൽകുക എന്നുള്ളത്. അപ്പൊ രണ്ടും കൂടെ ചേർന്നാണ് യേശുവിന്റെ പ്രസംഗം. അപ്പൊ ആ യേശുവിനെ അനുഗമിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദൗത്യമായിട്ടാണ് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അത് സുവിശേഷത്തിന്റെ ഒരു ശക്തമായ പ്രചോദനത്തിന്റെ ഒരു ഭാഗമായിട്ട് കണ്ടുകൊണ്ടാണ് സുവിശേഷ പ്രഘോഷണം എന്നുള്ള ആ ഒരു രീതി തന്നെ അവലംബിച്ചിരുന്നത്. അപ്പൊ അത് ലോകം മുഴുവൻ ഇന്നും യാതൊരു കുറവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സുവിശേഷ പ്രഘോഷണവും
വചനാധിഷ്ഠിതമായ പ്രസംഗങ്ങളുമൊക്കെ അത് തന്നെയാണ് മറ്റു മതങ്ങളൊക്കെ എടുത്തിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളാണ് അങ്ങനെ ഒരു സുവിശേഷ പ്രഘോഷണം എന്നുള്ള ആ ഒരു ചിന്ത പ്രസംഗതലത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു പ്രസംഗമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തന്നെ ഒരു രീതിയിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്നത്. അതുകൂടാതെ നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് ഒരുപാട് ഭാഗങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 21-ാം വാക്യം, 10-ാം അധ്യായം 19-ാം വാക്യം, ഇവിടെയൊക്കെ പറയുന്നത് വചനം. അതുകൂടാതെ നമ്മുടെ സുഭാഷിതങ്ങൾ 12-18 ഇവിടെ പറയുന്നതിന്റെ രത്ന ചുരുക്കം ഇതാണ്. വാക്യം പ്രസംഗം എന്ന് പറയുന്നത് ഹീൽ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രസംഗം എന്ന് പറയുന്നത് ഉപദേശിക്കാൻ പറ്റുന്നതാണ്. പ്രസംഗം എന്ന് പറയുന്നത് ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ കഴിയുന്നതാണ്. അതിലുപരി വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 12-ാം വാക്യത്തിലും പറയും പ്രസംഗം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രസംഗം എന്ന് പറയുന്നത് സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയുള്ളതാണ്. അതൊരു വലിയ ശുശ്രൂഷയായിട്ടാണ് അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നത് വാക്കുകളുടെ ശക്തിയെക്കുറിച്ചും പ്രബോധനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രസംഗത്തിന്റെ നിരന്തരമായ ആവശ്യകതയെക്കുറിച്ചുമാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രബുദ്ധത ഉണ്ടാകുവാനും മറ്റുള്ളവരെ പ്രബുദ്ധരാക്കുവാനും സഹായിക്കുന്ന ശക്തമായ ഒരു മാർഗമാണ് പ്രസംഗം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തുമാത്രം ശ്രേഷ്ഠമായ രീതിയിൽ ഈ കല നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയുമോ അത്രയും ശ്രേഷ്ഠമായ രീതിയിൽ അത്രയും ആളുകളെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രസംഗ കല സ്വന്തമാക്കുവാൻ ഉതകുന്ന രീതിയിൽ നമ്മൾ നിരന്തരം അഭ്യസിച്ചുകൊണ്ട് ഇതിലേക്ക് വളർന്നു വരിക എന്നത് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നതാണ്. അപ്പൊ ആ ഒരു ലക്ഷ്യം സാർത്ഥകമാകുവാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു സഹായവും ഒരു നിരന്തര പ്രോത്സാഹനവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഇനി ഈ പ്രസംഗം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഡറിന്റെയും ലോയറിന്റെയും ലവറിന്റെയും സമീപനമാണെന്ന് ഞാൻ പറയും. ഒരു ലീഡറിൻ്റെതാണെന്ന് ഞാൻ പറഞ്ഞു, കാരണം ലീഡറാണ് നേതൃത്വം കൊടുക്കുന്നത്, ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ നേതാവിന്റെ കാര്യം ഞാൻ പറയും. രണ്ടാമത് ഒരു ലോയറിന്റെ ശക്തിയും ഉണ്ടായിരിക്കണം പ്രസംഗത്തിന്. ലോയർ എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു നിയമപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവനാണ്. വാസ്തവത്തില് പ്രസംഗം ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഈ നമ്മുടെ നീതിന്യായ കോടതികളിൽ എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ നീതിന്യായ കോടതികളിൽ യുക്തിപരമായിട്ട് അഡ്വക്കേറ്റുമാര് അല്ലെങ്കിൽ നിയമം പഠിച്ചവര് നിയമത്തിന് വേണ്ടി വളരെ വിദഗ്ധമായ രീതിയിൽ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് നീതിന്യായ കോടതി എത്തുന്നത്. അപ്പൊ നീതിന്യായ കോടതിയിൽ നടക്കുന്നത് നീണ്ടമായ വാക്വിലാസങ്ങളാണ്. അവിടെ ഒരുപക്ഷെ കള്ളമായിരിക്കാം ശരിയായി പറഞ്ഞ് പിടിപ്പിച്ചെടുക്കുന്നത്. പക്ഷെ അത് എന്തുമാത്രം വാക്ചാതുര്യോടും എന്തുമാത്രം കണക്ഷനോ ലോജിക്കോടും കൂടി അത് പറയുന്നുവോ അതനുസരിച്ചാണ് നീതിന്യായ കോടതിയിൽ വിധി വരുന്നത്. അപ്പൊ അവിടുത്തെ യുക്തിസഹജമായ പ്രസംഗവും രീതികളുമാണ് വാസ്തവത്തിൽ പ്രസംഗത്തിന്റെ ആരംഭമായിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതൊരു പ്രസംഗവും ഒരു ലീഡറിൻ്റെത് എന്നതുപോലെ ഒരു ലോയറിൻ്റെതുമായിട്ട് മാറണം. അത് അവന്റെ സമുദായത്തെ വളർത്തുവാൻ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നീതിന്യായ വ്യവസ്ഥയിലേക്ക് ഒരു ന്യായം നടത്തി കൊടുക്കുന്ന ഒരു വ്യവസ്ഥിതിയായിട്ട് മാറ്റുന്ന രീതിയിലുള്ള പ്രസംഗമായിട്ട് മാറണം. മൂന്നാമത് ഒരു ലവറിൻ്റെതായിട്ട് മാറണം. അതാണ് ഞാൻ വൈകാരികമായിട്ടുള്ള ഭാവം നേരത്തെ പറഞ്ഞത്. ലവറിന് എപ്പോഴും ഒരു വികാരപരമായ അനുഭാവവും സ്നേഹപ്രകടനവും ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പൊ എങ്ങനെയാണോ ഒരു പ്രേമിക്കുന്ന ഒരാള് പ്രേയസിയോട് സംസാരിക്കുന്നത്, വളരെ സ്നേഹത്തോടുകൂടി വളരെ എളിമയോടുകൂടി വളരെ ആകർഷകമായ രീതിയിൽ പറയുമ്പോഴാണ് ആ പ്രേയസിക്ക് പ്രിയങ്കരമായിട്ട് മാറുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ പ്രസംഗങ്ങൾ നാം സ്നേഹിക്കുന്ന നമ്മുടെ ഓഡിയൻസിന്റെ മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ നമുക്കും ഒരു ലവറിന്റെ മനോഭാവം ഉണ്ടാകണം. അങ്ങനെ ലവർ എന്തുമാത്രം ചാരുതയോടുകൂടി തന്റെ വാക്കുകൾ ക്രമപ്പെടുത്തി അവതരിപ്പിക്കുന്നുവോ അപ്പോഴാണ് ആ പ്രേയസിക്ക് പ്രിയമായിട്ട് മാറുന്നത്. അതുപോലെ നമ്മുടെ വാക്കുകൾ എന്തുമാത്രം സ്നേഹത്തോടും എന്തുമാത്രം എളിമയോടും എന്തുമാത്രം സ്നേഹത്തിൻ്റെതായ പരിവേഷത്തോടും കൂടി പറയുന്നുവോ അതനുസരിച്ചാണ് ഓഡിയൻസ് ആകുന്ന നമ്മുടെ കാമുകികൾക്ക് അത് സ്വീകാര്യമായിട്ട് മാറുന്നത്. ഓഡിയൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അർത്ഥത്തിൽ ഒരു കാമുകിയാണ്. ഞാനാകുന്ന കാമുകൻ ഞാൻ എന്റെ മുമ്പിൽ നിൽക്കുന്ന കാമുകിയോട് സംസാരിക്കുന്നതാണ് പ്രസംഗം. അപ്പൊ അവിടെ പ്രസംഗിക്കുമ്പോൾ അവിടെ പറയുമ്പോൾ വല്ലതൊന്നും വിളിച്ച് പറയില്ലല്ലോ. നമ്മുടെ വൈകാരികമായ സ്നേഹത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങളും ബിംബങ്ങളും ഒക്കെ അവിടെ നമ്മൾ ചാരിച്ച് അവതരിപ്പിക്കും. അതാണ് അതിന്റെ ഒരു ആകർഷകത്വം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രസംഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഡറിന്റെ പ്രവൃത്തിയാണ്, ഒരു ലോയറിന്റെ പ്രവൃത്തിയാണ്, ഒരു ലവറിന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഏകോപിപ്പിക്കുവാനും അതിനെ ഏകോപിപ്പിച്ച് സാന്ദ്രമായ രീതിയിൽ അവതരിപ്പിക്കുവാനുമുള്ള ഒരു ശൈലി, കല അഭ്യസിക്കുക.
ആ കല അഭ്യസിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ പരിശ്രമിക്കുന്നത്. ഇനി വീണ്ടും ഈ പ്രസംഗത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസംഗത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇനിയിപ്പോ ആരംഭം എന്ന രീതിയിൽ നിങ്ങൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങേണ്ട ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരണം. എപ്പോഴും പ്രസംഗിക്കാൻ വേണ്ടി പറയുമ്പോൾ ആദ്യം പറയുന്നത് എനിക്ക് ഭയമാണെന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ എനിക്ക് ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രയാസമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ സാധാരണഗതിയിൽ എത്രമാത്രം പ്രസംഗിച്ചു കഴിഞ്ഞാലും ചില സമയങ്ങളിൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകാം. അപ്പൊ അത് ഉൾഭയം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു രീതിയാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് നമ്മൾ അതിജീവിക്കുന്നത് നിരന്തരമുള്ള അഭ്യാസത്തിലൂടെയാണ്. അപ്പൊ അവിടെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയണമെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം. കോൺഫിഡൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. ഞാൻ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ലവണ്ണം ഒരുങ്ങിയിട്ടുണ്ട്, അതിന് വേണ്ട ഒരു ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഭയം ഉണ്ടാകത്തില്ല. പക്ഷെ പലപ്പോഴും ഭയം ഉണ്ടാകുന്നത് ആളുകൾ എന്ത് പറയും എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കാം. പക്ഷെ ആളുകൾ എന്ത് പറയുന്നതിനെ കുറിച്ച് മുൻകൂട്ടി വായിക്കാതെ എനിക്ക് പറയുവാൻ മാറ്റർ ഉണ്ടെന്നും പറയുവാൻ കഴിയുമ്പോൾ എനിക്ക് കോൺഫിഡൻസോടെ പറയാൻ കഴിയുമെന്നും അതിൽ കഴമ്പുണ്ടെന്നൊക്കെ ഒരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എനിക്ക് പറയാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഭയം എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് മാറി വരുന്ന ഒരു കാര്യമാണ്. അത് പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ ഒന്നും മാറത്തില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരുങ്ങി വ്യക്തമായ ഒരുക്കത്തോടും നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആ ഓഡിയൻസിനെ നേടിയെടുക്കുവാൻ കഴിയും. ക്ലാസ് എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രസംഗിക്കുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും നമുക്ക് എന്തുമാത്രം ഒരുക്കമുണ്ടോ അതനുസരിച്ച് നമുക്ക് കാര്യം വിജയിപ്പിക്കുവാൻ കഴിയും. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് നമ്മൾ വാക്കുകളെക്കാൾ ഉപരി നമ്മുടെ ബാഹ്യമായ ഒരുക്കവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലൊരു പ്രൊഫസർ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ ഇൻസേർട്ട് ഒക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് വളരെ നല്ല രീതിയിൽ പോയി. അപ്പൊ സഹ പ്രൊഫസേഴ്സ് ചോദിച്ചു, എന്താണ് ഇന്ന് വളരെ മിനിങ്ങിയാണല്ലോ പോകുന്നത്? ഇന്ന് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോവാണ്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കറിയാം ഞാൻ ഒരുങ്ങിങ്ങനെയൊക്കെ ബാഹ്യമായിട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഒന്നുമില്ലെങ്കിലും എന്റെ ബാഹ്യ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിലും എനിക്ക് അവരോട് ചില കാര്യങ്ങൾ പറയാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ കല അഭ്യസിക്കുവാൻ വേണ്ടി നമുക്കും ഇതുപോലെ വ്യത്യസ്തമായ രീതികൾ അവലംബിച്ചുകൊണ്ട് ജനങ്ങളെ ശ്രദ്ധിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള ചിന്തകൾ ഇട്ടുകൊടുക്കുവാനും രീതികൾ അഭ്യസിക്കുവാനും കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ പ്രസംഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇനി ചില കാര്യങ്ങൾ പ്രിൻസിപ്പിൾസ് ആയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 10 പ്രിൻസിപ്പിൾ കൂടുതലായിട്ട് പറഞ്ഞു. ഞാൻ 10 പറയുന്നില്ല, 7 പ്രിൻസിപ്പിൾസ് ആണ് പ്രധാനമായിട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, പ്രസംഗത്തിനെ കുറിച്ചൊരു ഒരു പാഷൻ ഉണ്ടാകണം. ഒരു പാഷൻ ഇല്ലെങ്കിൽ ആർക്കും ഒരു പ്രസംഗനാകുകയില്ല. അപ്പൊ ആദ്യം ആരംഭം എന്ന രീതിയിൽ ആദ്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾക്ക് ഒരു പ്രസംഗകനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം പ്രസംഗത്തോട് ഒരു പാഷൻ ഉണ്ടാകണം. പാഷനാണ് നമ്മെ കീഴടക്കുന്നത്. യാതൊരു പാഷനും ജീവിതത്തെ വിജയിപ്പിക്കുവാൻ കാരണമായിട്ട് മാറും എന്നുള്ളത് ഓർക്കുക. അപ്പൊ അതുകൊണ്ട് പാഷനോടുകൂടി പ്രവർത്തിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ആവേശം നമ്മുടെ മനസ്സിൽ വളർത്തിയെടുക്കുക. എനിക്ക് നല്ല പ്രസംഗകനാകണം, എവിടെയെല്ലാം പ്രസംഗിക്കുവാൻ അവസരം കിട്ടും അവിടെയൊക്കെ ഞാൻ പ്രസംഗിക്കും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പൊ ഒരു പാഷൻ ഇല്ലെങ്കിൽ പ്രസംഗം വിജയിക്കത്തില്ല, നിങ്ങൾക്ക് ഒരിക്കലും പ്രസംഗകരാകാനാവുകയില്ല. അപ്പൊ ആദ്യം ഇന്നു മുതൽ നിങ്ങൾക്കുണ്ടാകേണ്ടത് പ്രസംഗിക്കാനുള്ള ഒരു പാഷനാണ്. ഞാൻ നല്ല രീതിയിൽ പ്രസംഗിക്കും, പ്രസംഗികനാകാൻ എനിക്കതിന് കഴിവുണ്ട് എന്നുള്ള കാര്യം. കഴിവുണ്ടോ ഇല്ല കാര്യം നിങ്ങൾ രണ്ടാമത്തെ ചിന്തയ്ക്ക് വിട്ടുകൊടുക്കരുത്. എനിക്ക് കഴിയുമെന്ന് തന്നെ വിചാരിക്കണം. അപ്പൊ ഞാൻ ഒരു മനുഷ്യനാണ്, എനിക്ക് സംസാരിക്കുവാൻ കഴിയും, എനിക്ക് മറ്റെല്ലാ കഴിവുകളും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ പ്രസംഗകനാകുവാനുള്ള കഴിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഈ ഒരു ബോധ്യത്തോടു കൂടി പാഷനായിട്ട് ഇതിനു വേണ്ടി മുന്നോട്ട് പോകുന്നു. അപ്പൊ പ്രസംഗത്തിന് പാഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും പ്രസംഗത്തിലേക്ക് നയിക്കില്ല. അപ്പൊ നിങ്ങൾ ഇന്നു മുതൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പാഷൻ നിലനിർത്തുക എന്നുള്ളത്. അപ്പൊ പ്രസംഗത്തിലേക്കുള്ള പാഷൻ നിലനിർത്തുവാൻ വേണ്ടി സാധിക്കുന്ന രീതിയിൽ ധാരാളം പ്രസംഗങ്ങൾ കേൾക്കണം. അപ്പൊ പ്രസംഗം ഇങ്ങനെ ചുമ്മാ വരത്തില്ല. പ്രസംഗം കേട്ട് 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 നമ്മളൊരു ശൈലിയിലേക്ക് വന്നു വരും. നമുക്ക് പല ശൈലികളും നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാൻ കഴിയും. രാഷ്ട്രീയ ശൈലിയുള്ള പ്രസംഗമുണ്ട്, രാഷ്ട്രീയമല്ലാതെ സാമ്പത്തികമായ രീതിയിൽ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്, പള്ളി പ്രസംഗങ്ങളുണ്ട്, അതുകൂടാതെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ എന്തെല്ലാം സ്പീക്കേഴ്സാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. അപ്പം അതെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു പ്രസംഗ ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയണം. അപ്പൊ അതിന് നമുക്ക് കഴിയണമെങ്കിൽ ധാരാളം പ്രസംഗം കേൾക്കണം. ഒരു പാഷന്റെ ഭാഗമാണ് പ്രസംഗങ്ങൾ കേൾക്കുക എന്നുള്ളത്. അപ്പൊ പ്രസംഗം കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, പ്രസംഗങ്ങൾ പറ്റുമെങ്കിൽ കാണാതെ പഠിക്കണം. കാണാതെ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഞങ്ങള് പൂനെയിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു അച്ഛനുണ്ടായിരുന്നു, തിയോഡി സേൽസ് എന്ന് പറഞ്ഞ ഞങ്ങൾ റെക്ടർ ഉണ്ടായിരുന്നു. അച്ഛൻ ഞങ്ങളെ എല്ലാ മാസവും ഓരോ പ്രസംഗം പറയിപ്പിച്ച് കേൾപ്പിക്കുമായിരുന്നു. ഞങ്ങൾ കാണാൻ പഠിച്ച് വരണം, എന്നിട്ട് പറയണം.
അപ്പൊ അന്ന് പഠിച്ച പ്രസംഗം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഒരു പ്രസംഗം ഇതായിരുന്നു, നമ്മുടെ ഈ മാർക്കാന്റെ പ്രസംഗം എങ്ങനെയാണ്? റോമൻസ്, ഫ്രണ്ട്സ്, കൺട്രിമാൻ, ഐ കെം ടു ബറി സീസർ നോട്ട് ടു പ്രൈസ് യു. ഇതാണ് ആദ്യത്തെ സെന്റൻസ്. അപ്പൊ ആ ഒരു പ്രസംഗത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ സീസറിന് മരിച്ചു കിടക്കുന്നു, മാർക്കാനണി പ്രസംഗിക്കാൻ നിൽക്കുന്നു, ബ്രൂട്ടസും പാർട്ടിയും കൊന്നു കിടന്നു. അങ്ങനെ ഒരു അവസരമാണ്. ഈ അവസരത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് വളരെ പ്രധാനപ്പെടാണ്. ആദ്യം വന്ന് റോമൻസ് എന്ന് പറയും. അപ്പൊ റോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോകത്തിൽ അന്ന് ഏറ്റവും പുരോഗതി പ്രാപിക്കുകയും ഉന്നതി പ്രാപിക്കുകയും ചെയ്ത ഒരു ജനമാണ് റോമക്കാർ. അപ്പൊ ആ രീതിയിൽ അവരെ നോക്കിയിട്ട് നിങ്ങളെല്ലാം റോമ പൗരന്മാരാണെന്ന് പറയുമ്പോൾ തന്നെ അവരെല്ലാം ആവേശമുള്ളവരാണ്. രണ്ടാമത്തെ ആൾ വിളിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പൊ ഞാനും നിങ്ങളെ പോലെ ഒരുവന്മാണ്, ഫ്രണ്ട്സ് ആണ്. ഞാൻ നിങ്ങളെ രാജാവോ അധിപനോ എന്നല്ല, ഫ്രണ്ട്സ് ആണ്. എന്നിട്ട് മൂന്നാമത് പറഞ്ഞ കൺട്രിമാൻ. കൺട്രിമാൻ എന്ന് പറഞ്ഞാൽ കൾച്ചേർഡായ ആളുകളാണ്, നിങ്ങൾ സംസ്കാരമുള്ള ആൾക്കാർ, അല്ലാതെ ബാർബേറിയൻസ് അല്ല, സംസ്കാരം. ഈ 3 ആട്രിബ്യൂട്ട്സ് ആണ് അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരെ നോക്കി പറഞ്ഞത്. അപ്പൊ ഈ ആട്രിബ്യൂട്ട്സ് കേട്ടപ്പോൾ തന്നെ അവരെല്ലാവരും വീണുപോയി. അപ്പൊ ആദ്യത്തെ ആ വാക്കുകൾ തന്നെ ജനങ്ങളെ വീഴ്ത്തുവാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ആവേശം ജനിപ്പിക്കുന്ന രീതിയിലുള്ളതായിട്ട് മാറി. അതാണ് ഞാൻ പറഞ്ഞത് പാഷൻ. അപ്പൊ അതുകൊണ്ട് പാഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ കേൾക്കണം. ആ പാഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ കേൾക്കുകയും അത് അഭ്യസിക്കുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു പ്രസംഗ ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. ആരും നമ്മൾ ശൈലിയോട് ജനിക്കുന്നവരല്ല, നമുക്ക് നമ്മുടെ ശൈലി ഉണ്ടാകണം. ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വിവിധ ശൈലികൾ അനുകരിച്ച് അതിലേക്ക് ചെന്ന് വീഴുന്നതാണ്. പല ശൈലികളെ നമ്മൾ അനുകരിക്കുമ്പോൾ ആ ശൈലികളിൽ ഒന്ന് നമുക്ക് നമ്മുടേതായിട്ട് വഴങ്ങി വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശൈലിയായിട്ട് മാറും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ശൈലികൾ രൂപപ്പെടേണ്ടത്. ഒരുപക്ഷെ എല്ലാവർക്കും അവരുടേതായ ശൈലി അവരുടേതായ രീതിയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ ശൈലി, ആ ശൈലി ഞാൻ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ധാരാളം പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടാണ്. ധാരാളം പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് ഇന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പഴയ പ്രസംഗങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് കേൾക്കാൻ കഴിയുന്ന ഈ അവധി ദിവസമാണ്. അവധി ദിവസമായതുകൊണ്ട് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നതാണ്. അവധി ദിവസങ്ങളിൽ ഓരോ ദിവസവും കഴിയുമ്പോൾ ഒരു പ്രസംഗം കേൾക്കുക. അപ്പൊ ഏതെങ്കിലും പ്രശസ്തമായ മലയാളത്തിൽ തന്നെ നമ്മുടെ കൃഷ്ണനായരുടെയോ അല്ലെങ്കിൽ ലീലാവതിയുടെയോ അങ്ങനെയൊക്കെ എത്രയോ നല്ല പ്രസംഗങ്ങൾ, ഇംഗ്ലീഷിലും ഒരുപാട് നല്ല പ്രസംഗങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശസ്തരായ ആളുകളുടെ മനോഹരമായ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് ആ പ്രസംഗ ശൈലികളെ മനസ്സിലാക്കാൻ കഴിയണം. മലയാളത്തിലെ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ രസമായിട്ട് അവതരിപ്പിക്കുന്ന ആൾ ഇ കെ നായനാറാണ്. ഇ കെ നായന്റെ പ്രസംഗങ്ങൾ ഇപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ CM സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ ശ്രദ്ധയാണ്. ഇങ്ങനെ ധാരാളം പഴയ പ്രസംഗങ്ങൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് കേട്ടുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അവർ പ്രസംഗിക്കുന്നത്, എങ്ങനെയാണ് അവർ ശൈലികൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്, എങ്ങനെയാണ് ആ കല സ്വന്തമാക്കുവാൻ വേണ്ടി അവർ എടുത്ത പ്രയത്നങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ പ്രസംഗ ശൈലി നമ്മുടേതാക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ പ്രസംഗങ്ങൾ കേട്ടു തുടങ്ങിയിട്ട് ആ പ്രസംഗത്തിനെ അനുസരിച്ചുകൊണ്ട് ഞാൻ നല്ലൊരു പ്രസംഗനാകും എന്നുള്ള രീതിയിൽ ഒരു ഒരു പാഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് ടു ക്രിയേറ്റ് എ പാഷൻ. അപ്പൊ അതായിരിക്കണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം. പാഷൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പൊ പാഷൻ ഈസ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ട് വികാരപരമായ ആവേശം, നിങ്ങൾക്ക് പ്രസംഗത്തോടൊരു ആവേശം ഉണ്ടാകണം. ആവേശത്തിന്റെ ഉത്തരമായിട്ടായിരിക്കണം നിങ്ങളെ പ്രസംഗരാക്കേണ്ടത്. രണ്ടാമത്തേത് ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. കോൺഫിഡൻസ് ഉണ്ടാകേണ്ടത് 3 രീതിയിലാണ്. ടോപ്പിക്കിനെ കുറിച്ച്, നമ്മൾ പറയുന്ന വിഷയങ്ങളെ കുറിച്ച്, രണ്ടാമത് നമ്മളെക്കുറിച്ച്, മൂന്നാമത് ഓഡിയൻസിനെ കുറിച്ച്. ഈ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ കോൺഫിഡൻസ് ആയിട്ട് ഈ ഭയം മാറിയിട്ട് നമുക്ക് നല്ല പ്രസംഗത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പൊ വിഷയത്തെക്കുറിച്ചുള്ള വ്യക്തത, എന്താണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നതിനെ കുറിച്ച് വ്യക്തത ഉണ്ടാകണം. നമ്മൾ ഒരു 5 മിനിറ്റ് പ്രസംഗം പറയാൻ വേണ്ടി ആഗ്രഹിച്ചു പോകുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് എന്താണ് ഞാൻ ഓഡിയൻസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് അറിയണം. അപ്പോൾ ഒരു ഓഡിയൻസിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്, ഞാൻ പ്രസംഗിക്കുന്ന വിഷയം എന്താണ്, അതുവഴി അവർക്കുണ്ടാകുന്ന വ്യത്യാസം എന്താണ്, എനിക്കുണ്ടാകുന്ന വ്യത്യാസമാണ്. അപ്പൊ ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു വ്യക്തമായ ബോധ്യത്തോടു കൂടി പോകണം. ഇത് 3 മനസ്സിലാക്കണമെങ്കിൽ സമയമെടുക്കും. അപ്പൊ അത് എന്റെ ടോപ്പിക് എന്താണെന്ന് അപ്പൊ ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വിവിധ വശങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് നെറ്റൊക്കെ ഉള്ളത് കൊണ്ട് എളുപ്പം കണ്ടെത്താൻ കഴിയും. പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെയല്ല, ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ലൈബ്രറിയിൽ പോയിരുന്ന് എല്ലാ പുസ്തകങ്ങളും തപ്പി നോക്കി അങ്ങനെ നിഘണ്ടുകൾ പരിശോധിച്ച് എൻസൈക്ലോപീഡിയ അങ്ങനെ എല്ലാം കൂടെ പരിശോധിച്ചാണ് നമ്മൾ ആ പ്രസംഗം തയ്യാറാക്കുന്നത്. ഇന്ന് ഒരു കുഴപ്പമില്ല, നമുക്ക് ചുമ്മാ നമ്മൾ ജെമിനിയിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല പ്രസംഗം ഉണ്ടാക്കി തരും. അപ്പൊ അങ്ങനെയുള്ള പ്രസംഗം നമ്മൾ കാണാൻ പഠിച്ചാലും ഒരു പരിധി വരെ നമുക്ക് ആദ്യ പടിയിൽ വിജയിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഒരുക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ കോൺഫിഡൻസ് ഈ 3 ആശയങ്ങളെ പരമാവധി സ്വന്തമാക്കുക എന്നുള്ളത്. ഇനി ആശയങ്ങൾ സ്വന്തമാക്കുവാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്.
അപ്പൊ നിങ്ങൾ എടുത്ത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു മെഷീനാണ്. ആ മെഷീനിൽ നിന്ന് എടുക്കുന്നതിനോട് ഒരു പരിമിതിയുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കത്തില്ല. അതിപ്പോ ഒരു സന്ദർഭത്തിന് ഉപയോഗിക്കാം, പിന്നെ അങ്ങ് മാറി. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു നല്ല പ്രസംഗകനായിട്ട് തുടർന്നു കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ നിരന്തരം പുസ്തകം വായിക്കണം. മറ്റത് വല്ലപ്പോഴും ഒരു വിഷയം എടുത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ നോക്കി പറഞ്ഞു തീർന്നു. പിന്നെ അത് നമ്മുടെ ഹൃദയസ്ഥാവത്തിൽ എന്റേതായില്ല. പ്രസംഗം എന്റേതായിട്ട് മാറണമെങ്കിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളിൽ അടയിരിക്കണം. ഇപ്പൊ പ്രസംഗം എന്നുള്ളൊരു കോഴി എങ്ങനെയാണോ കുഞ്ഞിനെ വിരിയിക്കുവാൻ വേണ്ടി അടയിരിക്കുന്നത്, അതുപോലെ ഒരാശയത്തിന്മേൽ ഞാൻ അടയിരിക്കണം. അടയിരിക്കുമ്പോഴാണ് പ്രസംഗം വിരിയുന്നത്. അത് വളരെ മനോഹരമായ ഒരു പ്രതീകമാണ്. നിങ്ങൾ നോക്കി, ഒരു തള്ളക്കോഴി തന്റെ ചിറകിന്റെ അടിയിൽ ആ കോഴി മുട്ടയെല്ലാം അണച്ച് ചേർത്ത് വെച്ചുകൊണ്ട് ചൂട് പകർന്നിരിക്കുമ്പോൾ ഒരു ജീവന്റെ നാമ്പുകൾ അവിടെ ഉടലെടുക്കുകയാണ്. അതൊരു ജീവനായിട്ട് മാറുകയാണ്. അതുപോലെ നമ്മൾ വായിക്കുന്ന ആശയങ്ങൾ, നമ്മൾ കേൾക്കുന്ന ആശയങ്ങൾ, നമ്മൾ വിചിന്തനം ചെയ്യുന്ന ആശയങ്ങൾ, അതൊക്കെ നമ്മുടെ ഉള്ളിലിട്ട് ഇങ്ങനെ ചർവണം ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ തള്ളക്കോഴി തന്റെ ചിറകിന്റെ അടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ആ മുട്ടകളെ പൊതുജീവനിലേക്ക് നയിക്കുന്നത്, അതുപോലെ നമ്മളൊരു പുതിയൊരു പ്രസംഗം പ്രസവിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അങ്ങനെ അടയിരിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാകണം, എങ്കിലേ നല്ല പ്രസംഗം ജനിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രസംഗകരാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആവേശം ഉണ്ടാകണം. ഒന്നാമത്. രണ്ടാമത് ബോധ്യമുണ്ടാകണം. ബോധ്യമുണ്ടാകേണ്ടത് വിഷയത്തെക്കുറിച്ചും ഓഡിയൻസിനെ കുറിച്ചും നമ്മളെക്കുറിച്ചും. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എന്തുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നത്, എനിക്കതിനുള്ള കഴിവുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ബോധ്യമുണ്ട്. ആ ഒരു ബോധ്യത്തിന് അടിസ്ഥാനം കൊണ്ട് പറയണം. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, ബി പോസിറ്റീവ്. ഒരു പോസിറ്റീവ് മനോഭാവത്തോടെ പ്രസംഗിക്കാൻ പോകാം. ഞാൻ എല്ലാം തള്ളി മറിക്കാൻ പോകണം, ഒരു പ്രസംഗത്തോടെ എല്ലാം തള്ളി മറിക്കാൻ പോകണമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എങ്ങനെയാണോ വളർന്നു വന്നത് അതുപോലെ എന്റെ സമൂഹം വളരാൻ സമയമെടുക്കും എന്നുള്ള കാര്യത്തോട് പോസിറ്റീവായിട്ട് കാണുക. അപ്പൊ നമ്മൾ ആരെയും കുറ്റം പറയാതെ, ആരെയും വിമർശിക്കുന്നത് തരക്കേടില്ല. എന്നാൽ യേശുവിന്റെ പ്രസംഗം കൂടുതലും വിമർശനം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ നെഗറ്റീവായിട്ട് ആരും പറയുന്നത് കേൾക്കാൻ ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്നുമില്ല. അപ്പൊ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാൻ വേണ്ടിയുള്ള ഒരു സമീപനം വേണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ മാർദ്ദവത്തോടുകൂടി പോസിറ്റീവായിട്ട് പറയുമ്പോഴാണ് ആളുകൾ അത് ഗൗരവമായിട്ട് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തി പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ ശകാരിക്കുന്ന രീതിയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അത് അത്രയും സ്വീകാര്യമായിട്ട് തീരാതെ വരും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രയാസപ്പെടുത്തുന്നതിന് കാരണമായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ അല്പം കൂടെ ഒരു മയപ്പെടുത്തി പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബി പോസിറ്റീവ് ഇൻ ഓൾ അവർ അപ്രോച്ചസ്. നമ്മുടെ മനോഭാവങ്ങളിലും പ്രസംഗിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിലും പ്രസംഗിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ശൈലിയിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അതായിരിക്കാം നമ്മളെ പിടിച്ചെടുക്കുന്നത് ഒരു സമൂഹത്തിൽ. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് ആകാൻ വേണ്ടി പറ്റും. അതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. അപ്പൊ ആവേശം ഉണ്ടാകുക. രണ്ടാമത് ബോധ്യത്തോടു കൂടി പറയാൻ വേണ്ടി പഠിക്കുക. മൂന്നാമത് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. നാലാമത്തേത് ഭാഷാ സ്നേഹം ഉണ്ടായിരിക്കണം. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ സെമിനാരിയിൽ പലപ്പോഴും ബ്രദേഴ്സിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് വളരെ പ്രയാസം ഒരു പ്രധാനപ്പെട്ട കാര്യം ഗ്രാമറിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഈ മലയാള ഭാഷയിൽ, അത് മലയാള ഭാഷ എന്നല്ല, ഏതൊരു ഭാഷ എടുത്താലും ഒരു ഭാഷയിലെ ഗ്രാമർ നിങ്ങൾക്ക് നല്ലോണം അറിയാമെങ്കിൽ എല്ലാ ഭാഷയിലെയും ഗ്രാമർ പഠിക്കാൻ പറ്റും. കാരണം ഈ ഗ്രാമറിന്റെ ഒരു അടിസ്ഥാനപരമായ തത്വം ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഭൂതകാലം, ഭാവി കാലം, വർത്തമാനകാലം, ഇങ്ങനെ 3 കാലങ്ങളുണ്ട്. അപ്പൊ ഞാനൊരു പ്രസംഗം പറയുമ്പോൾ ഈ 3 കാലത്തെയും പരസ്പര വിരുദ്ധമായ രീതിയിൽ അവതരിപ്പിക്കരുത്. ചിലപ്പോൾ ആൾക്കാർ ഇതിനെ പാസ്റ്റ് ടെൻസിൽ തുടങ്ങി പ്രസന്റിലൂടെ പോയി വീണ്ടും ഫ്യൂച്ചറിൽ പോയി എവിടെയാണ് സംഭവിച്ചു കഴിഞ്ഞതാണോ, സംഭവിക്കാനുള്ളതാണോ, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് നിജപ്പെടുത്തുവാൻ കഴിയാത്ത വണ്ണം ഇങ്ങനെ കാലങ്ങളെ തിരിച്ചും മറിച്ചൊക്കെ പറഞ്ഞു വരത്താറുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? പലപ്പോഴും കൺഫ്യൂഷനിലാണ് പ്രസംഗം നിൽക്കുന്നത്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഭാഷ അറിയില്ല, ഭാഷയുടെ ഗ്രാമർ അറിയില്ല, ഭാഷ വശമില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നാലാമത് പറയേണ്ടതാണ് ഭാഷ ഉണ്ടാകുക. ഭാഷ ശുദ്ധി ഉണ്ടാകണം. ഭാഷയിലുള്ള വൊക്കാബുലറീസ് പഠിക്കണം. ഈ ഉദാഹരണമായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു നോവലായിട്ട് ഏറ്റവും കൂടുതൽ പദസമ്പത്തായിട്ട് കരുതിയിരിക്കുന്നതാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മ നോവൽ. അപ്പൊ മാർത്താണ്ഡവർമ്മ നോവൽ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൽ ഒരു അധ്യായം വായിച്ചാൽ മതി, നിങ്ങൾക്ക് ഭയങ്കര വാക്കുകൾ കിട്ടും, പുതിയ വാക്കുകൾ. കാരണം വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ആശയങ്ങൾ കൊണ്ട് അമ്മാനമാടാൻ കഴിയുന്നതായിരിക്കണം. ആശയങ്ങൾ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, ആശയങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള പദഘടന നമുക്കുണ്ടാകണം. അപ്പൊ പദങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യപ്പെടേണ്ടതാണ്, നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യപ്പെടണം. പദങ്ങൾ സ്റ്റോർ ചെയ്യപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം?
പദങ്ങൾ കാണാതെ പഠിക്കുകയും പദങ്ങൾ വായിക്കുന്ന ശീലം ഉണ്ടാകുകയും ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടി വിയിലും മറ്റ് മൊബൈലിലും മാത്രമുള്ള കാര്യങ്ങൾ കണ്ടാൽ പോരാ, മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് വായനാശീലത്തെ വളർത്തിയെടുത്താൽ മാത്രമേ നല്ല പ്രസംഗരാകുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഭാഷാ സ്നേഹം ഉണ്ടാകുക എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ നല്ല ഭാഷയിൽ പ്രസംഗിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നല്ല ഭാഷയിൽ നമ്മൾ പുസ്തകങ്ങൾ വായിക്കണം, നല്ല ഭാഷയുള്ള പുസ്തകങ്ങൾ വായിക്കണം. ഈവൻ നോവലുകളൊക്കെ നമ്മളെ സഹായിക്കും. നമ്മളിപ്പം പെരുമ്പടത്തിന്റെ ഒരുപക്ഷെ ഒരു സങ്കീർത്തനം പോലെയുള്ള നോവൽ എടുക്കും. അത് വളരെ നല്ലൊരു നോവലാണ്. നമ്മൾ അതിലെ സന്ദർഭങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് നമുക്ക് അതിലെ അദ്ദേഹത്തിന്റെ അവതരണവും വളരെ കുഴപ്പമില്ലാതാണെന്നാണ് തീരുന്നത്. പക്ഷെ അത്രയും റിസ്ക് എടുത്ത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അതിലെ കൺസ്ട്രക്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കണം. അതിലെ വാക്യഘടന, അദ്ദേഹം എങ്ങനെയാണ് വാക്യങ്ങൾ ഉപയോഗിക്കുന്നത്, അദ്ദേഹം ഉപയോഗിക്കുന്ന പദത്തിന്റെ പ്രത്യേകത എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് ഗ്രാമർ വളരെ സമ്യക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നമുക്കതിന്റെ ഒരു പാഠമായിട്ട് മാറുള്ളൂ. അത് ചുമ്മാ കഥ വായിക്കാൻ വേണ്ടി വായിച്ചു പോകരുത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഗുരുസാഗരമായിക്കൊള്ളട്ടെ, കവി വിജയന്റെ നോവലുകളായിക്കൊള്ളട്ടെ, ആനന്ദിൻ്റെതായിക്കൊള്ളട്ടെ, അതുമല്ലെങ്കിൽ പിന്നെ മുകുന്ദൻ്റെതായിക്കൊള്ളട്ടെ, ഇവരുടെയൊക്കെ ക്ലാസിക്കൽ നോവലുകളാണ്. ഈ നോവലുകളൊക്കെ വായിക്കുന്നതായിരിക്കാം കൂടുതൽ നമുക്ക് ആശയത്തെ സ്വന്തമാക്കുന്നതിന് സഹായിക്കുന്നു. അല്ലാതെ പൈങ്കിളി നോവലുകളൊക്കെ നമ്മൾ ഇപ്പോഴും കാണുന്ന ടി വി സീരിയലുകൾ പോലെയാണ്, അത് ചുമ്മാ കഥയാണ്. അങ്ങനെയുള്ള പൈങ്കിളി കഥകളുള്ള നോവൽ വായിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് നല്ല ക്ലാസിക്കലായിട്ടുള്ള നോവലുകൾ വായിക്കുക, ക്ലാസിക്കലായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക. അങ്ങനെയുള്ള പുസ്തകങ്ങളൊന്ന് വായിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലം വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ നല്ല പ്രസംഗരാണ്. നിങ്ങൾ പഴയ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചുള്ള പ്രത്യേകത വളരെ മനോഹരമായ പദസമ്പത്തിന്റെ ഘടന വളരെ മനോഹരമായിട്ട് വിന്യസിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതിന്റെ കാരണം അവർക്ക് പദങ്ങൾ അറിയാമായിരുന്നു, വാക്യങ്ങൾ അറിയാമായിരുന്നു. വാക്യങ്ങൾ എന്ന് പറഞ്ഞ എന്താണ്? വാക്കുകൾ ചേർന്നാണ് ഒരു എന്താണ് നമുക്ക് അതിനെ നിർവചനം നിങ്ങൾ പഠിച്ചിരിക്കുമല്ലോ. പൂർണ്ണ അർത്ഥം തരുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് വാക്യം എന്ന് പറയുന്നത്. A sentence is a group of words which makes complete sense. അതാണ് റണ്ണർ മാർട്ടിൻ ഗ്രാമറിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു വാക്യം എന്ന് പറയുന്നത് പൂർണ്ണ അർത്ഥം തരുന്ന ഒരു കൂട്ടം വാക്കുകളാണ്. അപ്പൊ വാക്കുകൾ ചേരുമ്പടി നമ്മൾ ചേർത്ത് ഉപയോഗിക്കണം. പ്രത്യേകിച്ച് മലയാള ഭാഷയിൽ. ഈ പിന്നെ ചില ഭാഷയിൽ ലത്തിയിലെന്നോ അത് കുഴപ്പമില്ല, നമുക്ക് വാക്കുകൾ എവിടെ ഇട്ടാലും പ്രശ്നമല്ല. പക്ഷെ മലയാളം പോലുള്ള ഭാഷകളിൽ നമുക്ക് വ്യക്തമായിട്ട് വേണ്ടത് എവിടെ പ്രയോഗിക്കണം എന്നുള്ളതാണ്. ഓരോ വാക്കും എവിടെയാണ് പ്രയോഗിക്കേണ്ടത്, കർത്താവ് എവിടെ വരണം, കർമ്മം എവിടെ വരണം, അതുപോലെ തന്നെ അതിന്റെ വാക്യശുദ്ധി ഉണ്ടാകുന്ന വിശേഷണങ്ങൾ എവിടെ വരണം. അത് ക്രിയാവിശേഷണമായിക്കൊള്ളട്ടെ, നാമവിശേഷണമായിക്കൊള്ളട്ടെ, അതുമല്ലെങ്കിൽ വിഭക്തി എന്തായിരുന്നാലും അത് എവിടെയൊക്കെ നമ്മൾ ചേർക്കണം എന്ന് അറിയണം. അങ്ങനെ ചേർത്താൽ മാത്രമേ നമുക്ക് മനോഹരമായിട്ട് ഈ ഭാഷ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. മറ്റു ഭാഷകൾ അല്പം കൂടെ എളുപ്പമാണെന്ന് എനിക്ക് പുറപ്പെടു തോന്നിയിട്ടുണ്ട്. മലയാളത്തിൽ നമുക്കിപ്പം എത്ര അക്ഷരങ്ങളുണ്ടെന്ന് പോലും നമുക്ക് വ്യക്തമല്ല. 54 ആണോ 53 ആണോ 52 ആണോ 51 ആണോ എന്നതിനെ കുറിച്ച് ഇപ്പോഴും ചർച്ചകളുണ്ട്. അപ്പൊ എന്നിരുന്നാലും ഇത്രയും പദങ്ങള്, ഇത്രയും അക്ഷരങ്ങളുള്ള ഒരു ഭാഷ, ആ ഭാഷയിലെ അക്ഷരങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് പറയാൻ വേണ്ടി നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല പ്രസംഗരാകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് മലയാള ഭാഷ സ്നേഹിക്കുന്നവരാണ് നമ്മൾ, മലയാളത്തിലാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാള ഭാഷ വശമതമാകുന്ന രീതിയിലുള്ള വായനാ സമ്പത്ത്, വായനയിലൂടെ നേടുന്ന ആ ശക്തി ഇതിന് ഏറ്റവും വലിയ അത്യന്താവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ വായിക്കാൻ വേണ്ടി തീരുമാനിക്കുക. ഏതെങ്കിലുമൊക്കെ ക്ലാസിക്കൽ പുസ്തകം വാങ്ങിച്ചോ ലൈബ്രറിയിൽ നിന്ന് എടുത്തോ ഒക്കെ വായിച്ച് ശീലിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ അപ്പം രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത്. നല്ല പ്രസംഗരാകാൻ വേണ്ടി വായിക്കുകയും ചെയ്യണം, അതുപോലെ തന്നെ പ്രസംഗം കേൾക്കുകയും ചെയ്യണം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിലേ നമുക്ക് നല്ല പ്രസംഗകരായിട്ട് മാറുവാൻ പറ്റുന്നതിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. ഇനി അടുത്തത് ഭാഷയോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഒരു പക്വതയാണ്, വികാരപരമായ പക്വത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സൈഡ് എടുക്കരുത് പ്രസംഗിക്കുന്ന സമയത്ത്. ഒരു വൈകാരികമായിട്ട് നമുക്ക് ചിലപ്പം ഒരു പാർട്ടിയോടോ ഒരു ഇസത്തോടോ, പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ടല്ലോ, എല്ലാ പ്രസ്ഥാനങ്ങളും ഇസങ്ങളാണ്. നമ്മളൊന്ന് നോക്കുമ്പോൾ ഒരുപാട് ഇസങ്ങൾ കാണാൻ കഴിയും, ഒരുപാട് പ്രസ്ഥാനങ്ങൾ കാണാൻ കഴിയും. അപ്പൊ ചില പ്രസ്ഥാനങ്ങളോടും ചില പ്രത്യയശാസ്ത്രങ്ങളോടും ഒക്കെ എനിക്ക് താല്പര്യം കാണുമായിരിക്കാം. പക്ഷെ ആ പ്രത്യയശാസ്ത്രങ്ങളുടെ താല്പര്യം നമ്മുടെ പ്രസംഗങ്ങൾ വരാൻ പാടില്ല. നമ്മൾ അവിടെ മിതത്വം പാലിച്ചുകൊണ്ട് നമ്മൾ ഒരു പക്വത പാലിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ക്രമപ്പെടുത്തണം. കാരണം എല്ലാത്തിലും അവരുടേതായ ചില ശരികളും തെറ്റുകളും ഉണ്ട്. എല്ലാ പ്രസ്ഥാനങ്ങൾക്കും അവരുടേതായ പരിമിതികളുണ്ട്. എല്ലാ പ്രസ്ഥാനങ്ങൾക്കും എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും അതിൻ്റെതായ പോരായ്മകളുണ്ട്, നന്മകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചില നന്മകളും ചില തിന്മകളും കേൾക്കുമ്പോൾ ആ തിന്മയെ പർവ്വതീകരിച്ചുകൊണ്ട് നന്മയെ ഇകത്തുന്ന രീതിയിലുള്ള സമീപനങ്ങളോ അല്ലെങ്കിൽ തിരിച്ചോ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു
വൈകാരികമായ ഒരു പക്വത നമ്മൾ പാലിക്കണം പ്രസംഗിക്കുന്ന സമയത്ത്. എപ്പോഴായിരുന്നാലും വൈകാരികമായ പക്വതയോടുകൂടി പറയാനും അത് കേൾക്കാനും മനസ്സിലാക്കാനുള്ള ഒരു പക്വത നമ്മൾ ആർജിച്ചെടുക്കണം. അപ്പൊ ചില ആൾക്കാരുടെ പ്രസംഗം കേൾക്കുന്ന അതിന്റെ പക്വതയില്ല നമ്മൾ പറയാൻ, അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ഞാൻ അങ്ങനെ അപക്വമായ രീതിയിൽ പ്രസംഗിക്കുകയാണെങ്കിൽ പലപ്പോഴും ഒക്കെ അത് സത്യത്തിന് നിരക്കുന്നതായിരിക്കില്ല. കാരണം ബൈബിളിൽ വ്യക്തമായിട്ട് എഫേസ്യർക്ക് ലേഖനം പറയുന്നത് നമ്മുടെ പ്രസംഗം എപ്പോഴും സത്യമായിരിക്കണം, കൃപ നിറയുന്നതായിരിക്കണം, അതോടൊപ്പം തന്നെ എല്ലാവരെയും കെട്ടിപ്പടുക്കുന്നതായിരിക്കണം, ബിൽഡിംഗ് ആയിരിക്കണം. അപ്പൊ അത് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് നൽകുന്ന ഒരു നിഷ്കർഷയാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് സത്യസന്ധമായിട്ട് പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ ആരുമായിട്ട് സൈഡ് ചെയ്യാതെ, ആർക്കും കുടപിടിച്ചോ ആർക്കും പുകഴ്ത്തി കൊടുത്തോ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ സത്യസന്ധമായിട്ട് ഒബ്ജക്റ്റീവായിട്ട് വസ്തുനിഷ്ഠമായിട്ട് പറയാൻ വേണ്ടിയുള്ള ഒരു ശീലം നമ്മൾ അഭ്യസിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രസംഗത്തിൽ നമുക്ക് നിരന്തരം വേണ്ടത് വിലയിരുത്തലും ആസൂത്രണമാണ്. നമ്മൾ നിരന്തരം പ്രസംഗത്തെ വിലയിരുത്തി കൊണ്ടുപോകണം, അതോടൊപ്പം തന്നെ ആസൂത്രണം ചെയ്യണം. അപ്പൊ നിങ്ങൾ ഒരു പ്രസംഗം എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസംഗത്തിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്ന് മനസ്സിലാക്കുകയും എങ്ങനെയാണ് ആളുകൾ ആ പ്രസംഗം സ്വീകരിച്ചെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. എന്നിട്ട് ആ സ്വീകരിച്ചതിന്റെ വെളിച്ചത്തിൽ അവര് പോരായ്മകൾ പറയുമായിരിക്കാം. അടുത്ത കൂട്ടുകാരൊക്കെ ആണെങ്കിൽ പോരായ്മകൾ പറയും. അങ്ങനെ പോരായ്മകൾ പറയുന്ന ആളുകളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ പോരായ്മകൾ തീർക്കാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തണം. എന്നിട്ട് ഭാവിയിൽ എങ്ങനെ പോകാമെന്നതിനെ കുറിച്ചൊരു ആസൂത്രണം നടത്തണം. അതാണ് പ്ലാനിങ്. ഇത് രണ്ടും ആവശ്യമാണ്. ഇവാലുവേഷനും പ്ലാനിങ്ങും ഇല്ലെങ്കിലും ഒരു കാര്യം മുന്നോട്ട് പോകില്ല. അപ്പൊ എനിക്ക് പ്രസംഗകൻ എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇവാലുവേഷൻ നിരന്തരം ഉണ്ടാകണം. ഇവാലുവേഷന്റെ അടിസ്ഥാനത്തിൽ മനോഹരമായ രീതിയിൽ ഒരു പ്ലാനിങ് നടത്തുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? അത് രണ്ട് തരത്തിൽ പ്ലാനിങ് നിങ്ങൾക്ക് വേണം. ഒന്ന് ലോങ് ടേം, സെക്കൻഡ് ഷോർട്ട് ടേം. ലോങ് ടേം എന്ന് പറയുന്നത് ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ നല്ലൊരു പ്രസംഗകരായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കണമെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു 6 മാസം കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു പ്രസംഗകനായിട്ട് മാറണമെങ്കിൽ സ്വാഭാവികമായിട്ടും 6 മാസത്തിലൊരിക്കലും ഒരു നല്ലൊരു പ്രസംഗകനാകുകയില്ല. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഒരു ലോങ് ടേം പ്ലാനാണ് വേണ്ടത്. ലോങ് ടേം പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഒന്നാമത് ഭാഷയുടെ കാര്യം, രണ്ടാമത് വായനാശീലം, അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് വളർത്തുന്ന കാര്യം, അതുപോലെ തന്നെ നമ്മുടെ ഈ ആവേശം നിലനിർത്തുന്ന, ഇതൊക്കെ നമ്മൾ 6 മാസം കഴിഞ്ഞ് എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഇപ്പോഴേ ഒരു പ്ലാനിങ് ഉണ്ടാണ്. 6 മാസം കഴിയുമ്പോൾ ഞാൻ ഇത്ര വേദികളിൽ പ്രസംഗിക്കുവാൻ വേണ്ടി കഴിവുള്ളവനാകും എന്നുള്ളൊരു ചിന്ത. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മളൊക്കെ BCCകളിലെ അംഗങ്ങളാണ്, BECയിൽ. അപ്പൊ നമ്മുടെ ഇടവകളിൽ നമുക്ക് ഒരുപാട് സംഘടനകളുണ്ട്. മതബോധനം എന്ന സംഘടന, ഭക്തസംഘടനകൾ, എന്തെല്ലാം സംവിധാനങ്ങളാണ് നമുക്കുള്ളത്. ഈ സംവിധാനങ്ങളിൽ നമ്മൾ അവസരം കിട്ടുമ്പോഴൊക്കെ ആശയങ്ങൾ പറഞ്ഞു പഠിക്കണം. ഇപ്പൊ BCCയിൽ നിങ്ങൾ ചുമ്മാ പോയിരിക്കേണ്ട, വചനം കേട്ടപ്പോൾ ഒരു ആശയം അതിന്റെ അടിസ്ഥാനത്തിൽ പറയുക. അതുപോലെ തന്നെ മതബോധനത്തിന്റെ വാർഷികം വരികയാണ്, നിങ്ങൾ തന്നെ ഓപ്റ്റ് എടുത്തുകൊണ്ട് ഒരു പ്രസംഗം പറയാൻ വേണ്ടി ഒരു 5 മിനിറ്റ് പ്രസംഗം, 2 മിനിറ്റ് പ്രസംഗം പറയാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങൾ, KCYM ആയിക്കൊള്ളട്ടെ, CLC ആയിക്കൊള്ളട്ടെ, എന്തെല്ലാം പ്രസ്ഥാനങ്ങളാണ് നമുക്കുള്ളത്. ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ ചെറിയ പ്രസംഗങ്ങൾ നടത്തി പരിശീലിക്കണം. ലീജിയൻ അമേരിക്ക അങ്ങനെ ഒരു അവസരമാണ്. നിങ്ങൾക്ക് വചനം കേട്ടത് പറയാൻ വേണ്ടി പറയും. അപ്പൊ ഇങ്ങനെ പല പ്രസ്ഥാനങ്ങളിലും അങ്ങനെയൊക്കെ നല്ല ശൈലികളുണ്ട്. അപ്പൊ നമ്മൾ അവിടെയൊക്കെ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ പ്രസംഗത്തിൽ അറിയാതെ വളർന്നു വരുന്നതിന് കാരണമായിട്ട് മാറി. അപ്പൊ അതുകൊണ്ട് പ്രസംഗം അടുക്കും ചിട്ടയുമായിട്ട് പറയാൻ കഴിയുന്ന രീതിയിൽ ഇപ്പോഴും നമ്മൾ അതിന് വേണ്ടി. അപ്പൊ അതാണ് ലോങ് ടേം പദ്ധതി ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ട് ഷോർട്ട് ടേം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങും. അപ്പോഴും നമ്മൾ ഭാവിയിൽ നല്ലൊരു പ്രസംഗകനായിട്ട് മാറും. ഇപ്പോഴും കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും നമ്മൾ നോ പറയരുത്. ഇപ്പൊ ആരെങ്കിലും ഒരു പ്രസംഗം പറഞ്ഞാൽ ഏതൊരു കാരണവശാലും നോ പറയരുത്. പരമാവധി ആ അവസരം ഉപയോഗപ്പെടുത്തി മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതിലേക്ക് പോകണം. അങ്ങനെ എന്തെങ്കിലും നല്ല പ്രസംഗകർ വന്ന് പ്രസംഗിക്കുന്നു എന്ന് കേട്ടാൽ അവിടെ പോയിരുന്ന് കുത്തിയിരുന്ന് കേൾക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം. ഇപ്പൊ അവധി സമയമാണ്. അപ്പൊ 2 മാസം കൊണ്ട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല പ്രസംഗകരായിട്ട് മാറാൻ കഴിയും. അതുകൊണ്ട് ഈ 2 മാസത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വളരെ തീവ്രമായ ഒരു പരിശീലനത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പൊ നിങ്ങൾ എത്രയും പേര് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരു വളരെ തീവ്രമായ ഒരു ഇന്റൻസീവായിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് വരണം. ഇപ്പൊ ഇന്റൻസീവായിട്ട് അപ്പൊ 2 മാസം കൊണ്ട് ഞാൻ ഈ പ്രസംഗത്തിലേക്ക് കടന്ന് നല്ല ഒരു പ്രസംഗകനാകുമെന്നുള്ള ഒരു ആവേശവും തീരുമാനമൊക്കെ ഇപ്പോഴേ കൈക്കൊള്ളണം. എന്നിട്ട് പിടിച്ചെടുക്കണം. ഇപ്പൊ കുറെ കഴിയുമ്പോൾ കുറച്ചേരൊക്കെ മതിയാക്കി പോകും. അപ്പൊ എന്നിരുന്നാലും അങ്ങനെ മതിയാക്കി പോകാൻ വേണ്ടി എന്ത് ത്യാഗം സഹിച്ചായിരുന്നാലും നിങ്ങൾക്ക് ക്ലാസ്സിന് ഒരു പക്ഷെ പങ്കെടുക്കാൻ കഴിയില്ലായിരിക്കും, അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് പ്രസംഗം ചെയ്തുകൊണ്ടേ ഇരിക്കണം.
അതിനാണ് ഞങ്ങൾ വേദി ഒരുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ പ്രസംഗം ഇടണം. ഞാൻ തരുന്ന വിഷയം കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരാഴ്ചയിൽ ഒരു പ്രസംഗത്തിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്, ഒരു 3 പ്രസംഗങ്ങൾ ഒരാഴ്ച ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഇട്ടാൽ മതി. ഞാൻ തരുന്ന വിഷയം തന്നെ ഇടണമെന്നില്ല. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അത്രയും പ്രസംഗങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ശരാശരി 3 പ്രസംഗം വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 8 ആഴ്ചയുണ്ട്. അപ്പൊ ഇത്രയും 8 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു 30ഓളം പ്രസംഗം ചെയ്ത് കഴിഞ്ഞിരിക്കും. ഒരു 30ഓളം പ്രസംഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ നമുക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ കഴിഞ്ഞിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഒരു ചെറിയ ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ സദസ്സ്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ പ്രസംഗം പിന്നെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ മുറിയിലിരുന്ന് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ പ്രോഗ്രാം, ഒരു മൊബൈൽ, ഇപ്പൊ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. എല്ലാ സ്മാർട്ട് ഫോണിലും വീഡിയോ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ മുറിയിലിരുന്ന് കൊണ്ട് ഒരു പ്രസംഗം നിങ്ങൾ ചെയ്യുക, അത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അങ്ങ് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സഹായിക്കുന്ന 3 ആനിമേറ്ററോ കോർഡിനേറ്ററോ ആരൊക്കെ ഉണ്ടാകും. അവർ നിങ്ങൾക്ക് അതിനുള്ള നിർദ്ദേശം അവർ കേട്ടിട്ട് അവര് അതിനെക്കുറിച്ചുള്ള അവരുടെ കമന്റ്സ് പറയും. ഇന്നത് രീതിയിലായിരുന്നെങ്കിൽ മെച്ചപ്പെടുമായിരുന്നു, അല്പം കൂടെ ഉറക്കെ പറഞ്ഞ് നന്നായിരിക്കുമായിരുന്നു, അല്പം കൂടെ വികാരം കൊണ്ട് പറഞ്ഞ് നന്നായിരിക്കുമായിരുന്നു, അല്പം കൂടെ നിർത്തി പറഞ്ഞ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ അവർ പറയും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അതിനെ മെച്ചപ്പെടുത്തുക. അങ്ങനെ ക്രമമായി മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ നല്ല പ്രസംഗരായിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു പരിശീലനമാണ്. പരിശീലനം വിജയപ്രദമാകുന്നത് നിങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ്. നമുക്ക് ആശയങ്ങൾ പറഞ്ഞു തരാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷെ നിങ്ങൾ എന്തുമാത്രം ഇതിൽ എഫേർട്ട് എടുക്കുന്നോ അതനുസരിച്ചാണ് നിങ്ങൾ വിജയിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകരുത്. നല്ല പ്രസംഗകരാകുവാൻ ആഗ്രഹിക്കുന്നവരെ നിരന്തരം ഇതിൽ പങ്കാളികളായിക്കൊണ്ട് ഓരോ ആഴ്ചയും ആവശ്യപ്പെടുന്ന രീതിയിൽ ഞാൻ ഒരു പ്രസംഗം ഇടാനേ പറയുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ പ്രസംഗം ഇട്ടാലും സന്തോഷം. അപ്പൊ ഞാൻ നിർദ്ദേശിക്കുന്നത് 1+1 മിനിമം ആവശ്യമായത് റിക്വയർമെന്റ് ആണ്. പ്ലസ് എത്ര വേണമെങ്കിലും ആകാം. അപ്പൊ ഞാൻ തരുന്ന വിഷയമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ വായിച്ചപ്പോൾ ഒരു ആശയം കിട്ടി, അതങ്ങ് പ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്തോ ഒരു സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അത് ഒരു പ്രസംഗ രൂപത്തിൽ ഇടണമെന്ന് തോന്നി, ഇടുക. ഒരു പുസ്തകം വായിച്ചു, അത് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു, അതിനെക്കുറിച്ച് പ്രസംഗമായിട്ട് ഇടുക. 2-3 മിനിറ്റ് മതി, അധിക രീതിയിലാണ്. അങ്ങനെ ഒരാഴ്ച നിങ്ങൾ ഒരു 3 പ്രസംഗം വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ 2 മാസം കൊണ്ട് നല്ല രീതിയിൽ ഒരു പ്രസംഗകനായിട്ടോ മാറാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അതുകൊണ്ട് ഈ ഒരു പരിശീലന പരിപാടിയിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കണം, സഹകരിക്കണം. സഹകരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ ഒരു വേദി നമ്മൾ കൂടെ. അപ്പൊ വിലയിരുത്തൽ ആസൂത്രണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇനി ചില കാര്യങ്ങളോട് ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ ഈ ഒരു പ്രസംഗം എന്ന് പറയുന്നത് ഒരു കലയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ കല എന്തുമാത്രം ശക്തമായ രീതിയിൽ നമ്മൾ ഉറപ്പാക്കി ചെയ്യുന്നു അതനുസരിച്ചാണ് അത് വിജയിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം, അതായത് ഇനി സോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പൂർണ്ണമായിട്ടും ആശയത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ നമ്മൾ പ്രസംഗത്തിൽ 2 കാര്യങ്ങളുണ്ട്, ഭാഷയും ആശയവും ഉണ്ട്. ഇപ്പൊ ഭാഷയുണ്ട്, ആശയമുണ്ട്. ആശയവും ഭാഷയും അടുക്കും ചിട്ടയുമായിട്ട് അവതരിപ്പിക്കുന്നതാണ് പ്രസംഗം എന്ന് പറയുന്നത്. അപ്പൊ ആശയം ഭാഷയും അടുക്കും ചിട്ടയുമായിട്ട് അവതരിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് കഴിയാൻ ഉതകുന്ന രീതിയിൽ നമ്മൾ പൂർണ്ണമായിട്ട് അതിൽ ഉൾക്കൊള്ളണം. ഭാഷയിൽ ഞാൻ ഉൾക്കൊള്ളണം, ആശയത്തിൽ ഞാൻ ഉൾക്കൊള്ളണം, ഞാൻ അതുപോലെ തന്നെ അവസരത്തിൽ ഉൾക്കൊള്ളണം. ഈ ഉൾക്കൊള്ളല് അല്ലെങ്കിൽ എന്നെ തന്നെ സമർപ്പിക്കലെന്ന് പറയും, ഇംഗ്ലീഷിൽ നമ്മൾ സറണ്ടറിങ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരു കമ്മിറ്റ്മെന്റ് ചെയ്യണം, എന്നെ കമ്മിറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ അത് എടുക്കണം. ആ കമ്മിറ്റ്മെന്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്? ഞാൻ അതിനുവേണ്ടി എന്നാൽ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ അങ്ങനെ കമ്മിറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് തീർക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു പൂർണ്ണമായ കമ്മിറ്റ്മെന്റോട് കൂടി ആയിരിക്കണം നിങ്ങളത് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകും. രണ്ടാമത്, കമ്മിറ്റ്മെന്റ് എടുത്തിട്ട് അഭിപ്രായങ്ങൾ ആരായുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ള അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അന്വേഷിക്കും. അതിന് സഹായിക്കുന്നതാണ് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ. നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഒരു പക്ഷേ മറ്റുള്ളവർക്ക്, അധ്യാപകർ, ഈ കോർഡിനേറ്റർ കൂടാതെ, ആനിമേറ്റർ കൂടാതെ മറ്റുള്ളവർക്ക് അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെ ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഇന്നാണ് പ്രസംഗം വളരെ നന്നായിരുന്നു എന്ന് പറയാൻ പറ്റുന്നതിലുള്ള സ്വാതന്ത്ര്യം അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങളുടെ ഒരു വീട് പോലെയാണ്. നിങ്ങളുടെ ഇപ്പം നമുക്ക് ഉള്ള ഗ്രൂപ്പുകൾ, ഓരോ ഗ്രൂപ്പ് ഓരോ ഭവനം പോലെയാണ്. ആ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ചിരുന്നു കൊണ്ട് പരസ്പരം സഹായിക്കുകയാണ്, വളരാൻ വേണ്ടി പരസ്പരം സഹായിക്കുന്ന വേദികളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ടീമിനാണ് നിങ്ങളെ വളർത്താനുള്ള ഉത്തരവാദിത്വം. അതുകൊണ്ട് ഓരോ ടീമിലെ അംഗങ്ങളും വിചാരിക്കണം, ഞങ്ങൾ പരസ്പര സഹകരണത്തോടെ വളരാൻ വേണ്ടി പോവുകയാണ്.
പരസ്പര സഹകരണത്തോടുകൂടി വളരാൻ വേണ്ടി ഞങ്ങളിതാ ചില പരിപാടികൾ ആസൂത്രണം മുന്നോട്ട് പോകുകയാണെന്നുള്ള ഒരു ചിന്തയോടുകൂടി നിങ്ങൾ പരസ്പരം സഹായിക്കണം. അതുകൊണ്ട് ഇറ്റ് ഈസ് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ് പരസ്പരം സഹായിക്കുക. ഞാൻ വളരണം, ഞങ്ങൾ വളരണം, നമ്മൾ വളരണം, അതിലൂടെ നമ്മുടെ സമുദായം വളരണം. ഇതാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഇമ്മീഡിയറ്റ് നെയ്ബറാണ് തൽക്കാലത്തേക്ക്. ആ ഇമ്മീഡിയറ്റ് നെയ്ബറിലൂടെ നിങ്ങൾ സഹായം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യണം. അപ്പൊ അങ്ങനെ നിങ്ങൾ പരസ്പരം കൊടുത്തുകൊണ്ട് വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ വളരെ സക്സസ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ തിരഞ്ഞെടുക്കും. ഏറ്റവും ബെസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ അസൈൻമെന്റുകൾ ചെയ്യുകയും എല്ലാം ചെയ്ത് പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പിന് നമ്മൾ പ്രത്യേകമായ പരിഗണന ഉണ്ടാകും. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടെ ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ നമ്മളിന്ന് ആരംഭിക്കുന്ന ഈ പരിശീലന പരിപാടി അത് സമാപിക്കുന്നത് 29-ാം തീയതിയാണ്. മെയ് മാസം 29-ാം തീയതി ലാസ്റ്റ് ക്ലാസ് ആണ്. അതിനുശേഷം നമുക്ക് ജൂൺ മാസം 13-ാം തീയതി സെക്കൻഡ് സാറ്റർഡേ ആയിരിക്കും നമ്മുടെ കൺവോക്കേഷൻ എന്ന് ഞാൻ മനസ്സിൽ കാണുകയാണ്. അത് പിതാക്കന്മാരൊക്കെ ചോദിച്ചിട്ട് അത് അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ പറയുമായിരിക്കും. പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജൂൺ മാസം 13-ാം തീയതി എറണാകുളം ഭാഗത്ത് വെച്ചായിരിക്കും നമ്മൾ കൺവോക്കേഷൻ നടത്തുന്നത്. അന്ന് ഇപ്പോഴേ ഫ്രീ ആക്കി വയ്ക്കുക. നമുക്ക് കഴിയുന്നതും അന്ന് നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് കാണാനും സർട്ടിഫിക്കറ്റുകൾ മേടിക്കാനും ഒക്കെ അവസരം ഉണ്ടാകും. ജൂൺ മാസം 13-ാം തീയതി സെക്കൻഡ് സാറ്റർഡേ. അപ്പൊ ഈ ഇനിയുള്ള എല്ലാ ആഴ്ചയും നമുക്ക് ഇതുപോലെ ക്ലാസ്സുകൾ ഉണ്ടാകും. ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഗ്രൂപ്പുകളിൽ കൂടണം. ഗ്രൂപ്പുകളിൽ കൂടിയിട്ട് ഈ ഞാൻ എന്ത് വിഷയമാണ് അടുത്ത് എന്നതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത വിഷയം തന്നെ എന്ന് ഞാൻ കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ആരാണ് എന്നതിനെ കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുക. എന്നെക്കുറിച്ച് തന്നെയാണ്. ഞാൻ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഇങ്ങനെയാണല്ലോ യേശു ശിഷ്യന്മാരോട് ചോദിച്ചത്, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങൾ എന്താണ് പറയുന്നത്? അതുപോലെ അപ്പൊ നിങ്ങളെക്കുറിച്ച് എന്താ പറയുന്നത്? അപ്പൊ എന്നെക്കുറിച്ച് ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്ക് അങ്ങനെ വളരെ ആകർഷകമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. 3 മുതൽ 5 മിനിറ്റ് വരെ. അപ്പൊ ഞാൻ ആരാണ് എന്നതിനെ കുറിച്ച് ഒരു മനോഹരമായ പ്രസംഗം 3 മിനിറ്റ് ഉള്ളതും മിനിമം മാക്സിമം 5 മിനിറ്റ് ഉള്ളതുമായ ഒരു പ്രസംഗം ചെയ്ത് ആ പ്രസംഗം വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 15 പേര്, 20, ചില ഗ്രൂപ്പുകൾ 20 പേരുണ്ട്, ചില ഗ്രൂപ്പുകൾ 15 പേരാണ്. എത്രയും പേരായിക്കോട്ടെ, അത്രയും പേർക്ക് പരസ്പരം അറിയാൻ പറ്റും. രണ്ടാമത് ആ പ്രസംഗത്തെ വിലയിരുത്താൻ പറ്റും. മൂന്നാമത് അതിന്റെ അടിസ്ഥാനത്തിൽ മെച്ചപ്പെടാൻ കഴിയും. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ആദ്യത്തെ ഒരു എക്സസൈസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അതുകൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ 1-2 വിഷയങ്ങളോട് ചെയ്ത് 3 പ്രസംഗം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയാൽ അതാണ് ഞാൻ പറഞ്ഞ 1+1 മിനിമം ആവശ്യമാണ്. പ്ലസ് ആയിട്ട് എത്ര പ്രസംഗങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യാം. പക്ഷേ പ്രസംഗം ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, പ്രസംഗം എഴുതുക. ചുമ്മാ വന്ന് പറയാതെ എഴുതി പറയാൻ വേണ്ടി പരിശ്രമിക്കുക. എഴുതുമ്പോഴുണ്ടാകുന്ന ഗുണം നിങ്ങൾക്ക് ഹൃദിസ്ഥതയുണ്ടാകും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലിൽ സൂക്ഷിക്കുവാൻ കഴിയും. ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പ്രസംഗിക്കാൻ പറഞ്ഞാൽ അത് ഉപകരിക്കാൻ പറ്റും. അത് ഭാവിക്കും സഹായകമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന ആശയങ്ങളെ ഒന്ന് ക്രമമാക്കിയതിന് ശേഷം ലേഖന രൂപത്തിൽ, പ്രസംഗ രൂപത്തിൽ എഴുതുക. എഴുതിയിട്ട് ആദ്യ പ്രസംഗങ്ങളൊക്കെ ഞാനും അങ്ങനെ ചെയ്യുന്നത് കാണാതെ പഠിച്ച് തന്നെയാണ് പറഞ്ഞിരുന്നത് ആദ്യകാലങ്ങളിലൊക്കെ. പിന്നീടാണ് നമ്മൾ പേപ്പറോ പുസ്തകം ഉപയോഗിക്കാതെ സ്വന്തമായിട്ട് പറയുന്നുള്ള ശീലത്തിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യം നിങ്ങൾ കണ്ട് വായിക്കുക. പക്ഷെ പ്രസംഗം ഒരിക്കലും കണ്ടു വായിക്കരുത്. അതിന് പകരം എന്ത് ചെയ്യണം? അത് കാണാതെ പഠിക്കണം. അപ്പൊ ഒരിക്കലും പ്രസംഗം കണ്ടു പറയുന്ന പ്രസംഗം, വായിക്കുന്ന പ്രസംഗം ആർക്കും ഇഷ്ടപ്പെടില്ല. വലിയ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യും. മാർപ്പാപ്പ വരുമ്പോൾ പ്രസംഗിക്കുക വായിക്കും, അല്ലെങ്കിൽ പ്രസിഡന്റോ അവരൊക്കെ ചെയ്യുമായിരിക്കും. ഈവൻ നമ്മുടെ പ്രധാനമന്ത്രി പോലും വായിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒഫീഷ്യലായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ അങ്ങനെ വായിക്കുന്നതാണ്. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് എഴുതി കഴിഞ്ഞിട്ട് അത് സ്വന്തമാക്കി, അത് എഴുതിയിട്ട് പറയുമ്പോൾ അതുപോലെ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എഴുതണം, ഒരു മാറ്റർ ഉണ്ടാകണം. അപ്പൊ ആ മാറ്റർ ഉണ്ടാകുമ്പോഴുള്ള ഗുണം എന്താണ്? ഒരു വളയത്തിൽ നമുക്ക് ചാടാൻ പറ്റും. വളയം ഭേദിച്ച് ചാടുന്നത് കുറെ കഴിഞ്ഞിട്ടായിരിക്കും. അഭ്യാസം കഴിഞ്ഞിട്ട് നമ്മൾ നിരന്തരം പ്രയത്നിച്ച് വലിയൊരു അഭ്യാസിയായിട്ട് മാറുന്നത് പോലെ നമ്മൾ കുറെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ എഴുത്തൊന്നും എഴുതിയതൊക്കെ മാറ്റി വെച്ചിട്ട് സ്വന്തമായിട്ട് പറയാൻ പറ്റും. അങ്ങനെ വരാൻ ഉതകുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു പ്രസംഗമെങ്കിലും നല്ലവണ്ണം എഴുതി പറയാൻ വേണ്ടി പരിശ്രമിക്കുക. പറഞ്ഞതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ പറ്റുക ചെയ്യുക. പരമാവധി 3, മിനിമം 1. ഇതാണ് എൻ്റെ ഒരു നിർദ്ദേശം. അതനുസരിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു പരിശീലന പരിപാടി സജീവമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഞാൻ പറഞ്ഞ് സംഭരിക്കുകയാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ നേതൃത്വത്തെ കൂടുതൽ ശക്തമാക്കുന്നത് പ്രസംഗമാണ്. ഏറ്റവും നല്ല പ്രസംഗം പറയുന്നവനാണ് ഏറ്റവും നല്ല നേതാവായിട്ട് പരിഗണിക്കപ്പെടുന്നത്. നിങ്ങളൊരു സമൂഹത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടും. വാക്കുകൾ ശക്തമാണ്, പവർഫുള്ളാണ്. യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുന്നതാണ്, വാക്കുകൾ ഏറ്റവും ഒരു തീപ്പൊരി പോലെയാണ്. തീപ്പൊരി ഒരു വനത്തിൽ വീണ് കഴിഞ്ഞാൽ മൊത്തം കത്തിച്ചാമ്പലാക്കുന്നത് പോലെ ഒരു വാക്ക് ഒരാളെ തകർക്കാൻ കഴിയും, ഒരാളെ രക്ഷിക്കാൻ കഴിയും, ഒരാളെ മോചിപ്പിക്കുവാൻ കഴിയും, ഒരാളെ ബന്ധിപ്പിക്കാൻ കഴിയും. അങ്ങനെയാണ് ശക്തമാണ് വാക്ക്. ആ വാക്കാണ് നമ്മൾ പ്രസംഗത്തിലൂടെ ഉപയോഗിക്കുന്നത്.
ആ വാക്ക് അതിന്റെ ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് പറഞ്ഞ് പഠിപ്പിക്കുക, ഫലിപ്പിക്കുക, പറഞ്ഞ് പിടിപ്പിക്കുക, അതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. എന്തുമാത്രം ശക്തമായി നമുക്ക് അതിന് കഴിയുമോ അതനുസരിച്ച് നമ്മൾ ബെസ്റ്റ് സ്പീക്കറായിട്ട് മാറും. അതുകൊണ്ട് ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം നേതൃത്വത്തിലേക്ക് വളരണമെങ്കിൽ നല്ല രീതിയിൽ പറയുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. അതിന് ഉച്ചാരണ ശക്തി പ്രധാനപ്പെട്ടതാണ്, സ്ഫുടത ആവശ്യമാണ്, വ്യക്തത ആവശ്യമാണ്, ലാളിത്യം ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതിനൊന്ന് വിശദീകരിക്കാത്തത്. അപ്പൊ ആ ലാളിത്യത്തിലും സ്ഫുടതയിലും യുക്തിഭദ്രതയിലും പറയുമ്പോഴുണ്ടാകുന്ന ആകർഷകത്വമാണ് പ്രസംഗകനെ കൂടുതൽ ആകർഷകമുള്ള പ്രസംഗകനാക്കി മാറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ അതിന്റെ ആവശ്യകത മനസ്സിലാക്കി നിങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അതിന്റെ ഒരു ആവശ്യകത ഞാൻ ചില കാര്യങ്ങൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, ബൈബിളിലെ വാക്യത്തെക്കുറിച്ച് പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം പറഞ്ഞു. എന്നിട്ട് ചരിത്രത്തിൽ ചില പ്രധാനപ്പെട്ട പ്രസംഗങ്ങളൊക്കെ പറയുകയുണ്ടായി. അതിനുശേഷം ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളെ കുറിച്ചാണ്. അത് നിങ്ങൾ ഇപ്പോഴേ ഒരുങ്ങി ശ്രദ്ധിക്കുക, ആവേശത്തോടു കൂടി ആയിരിക്കുക, ഒരു കോൺഫിഡൻസോടു കൂടി, ബോധ്യത്തോടു കൂടി ആയിരിക്കുക. പ്രസംഗത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് പ്രസംഗത്തെ കാണുക, ഭാഷശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, അതിനായിട്ട് വായനാശീലം വളർത്തുക, ഒരു പക്വത നമ്മുടെ പ്രസംഗ സമീപനങ്ങൾ ഉണ്ടാകുക, വിലയിരുത്തുകയും ആസൂത്രണം ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനെ നിരന്തരം നമ്മൾ അഭ്യസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രസംഗം വിജയിക്കും. ഇപ്പൊ 2 കാര്യങ്ങൾ ഓർക്കണം, പ്രിപ്പറേഷൻ ആൻഡ് പ്രാക്ടീസ്. പ്രിപ്പറേഷൻ, പ്രാക്ടീസ് മേക്സ് എ പ്രീച്ചർ. ഇതാണ് നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട് പറയേണ്ടത്. പ്രിപ്പറേഷനും പ്രാക്ടീസും ആണ് പ്രീച്ചറെ പ്രീച്ചറാക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിനാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അപ്പൊ അങ്ങനെ നല്ല പ്രീച്ചേഴ്സ് ആയിട്ട് മാറുവാൻ, നല്ല പ്രസംഗകരായിട്ട് മാറുവാൻ നിങ്ങൾ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ഒരു പ്രഥമ സെഷനിൽ പങ്കെടുത്തതിന് നന്ദി പറയുന്നു. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ച കണ്ടുപിടിക്കാം. പക്ഷേ ഈ ആഴ്ച നിങ്ങൾ ചെയ്യേണ്ട പാഠം, ഞാൻ ആരാണ് എന്നതിനെ സംബന്ധിച്ച ഒരു പ്രസംഗം നിങ്ങൾ ഗ്രൂപ്പിലിടുക. അത് കഴിയുന്നതും ബുധനാഴ്ചയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് വിലയിരുത്താൻ കഴിയും. നിങ്ങളുടെ അപ്പൊ പരസ്പരം നിങ്ങൾക്ക് വിലയിരുത്താനൊന്നും കുഴപ്പമില്ല. നിങ്ങളെ നയിക്കുന്ന ലീഡർമാരുണ്ട്, അവർ നിങ്ങളെ സഹായിക്കും. അങ്ങനെ പരസ്പര സഹകരണത്തോടുകൂടി ഗ്രൂപ്പാണ് നിങ്ങളെ വളർത്തുന്നത്. ഈ പൊതുവായിട്ടുള്ള ഗ്രൂപ്പല്ല, ഓരോ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ് നിങ്ങളെ പാഠശാല എന്ന് പറയുന്നത്. ആ പാഠശാലയിൽ നിങ്ങൾ പഠിച്ച് നല്ല പ്രസംഗരാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിത്യാഭ്യാസി ആനയെ എടുക്കും. അതെ, അല്ലെങ്കിൽ പേന എടുക്കും. അഭ്യാസമില്ലാത്ത ഒരു പേന പോലും എടുക്കില്ല. ഇത്ര മനോഹരമായിട്ടാണ് സ്ഥിരതയെ പറ്റി അദ്ദേഹം പറഞ്ഞു തന്നത് നമ്മൾക്ക് എല്ലാവർക്കും. വളരെ മനോഹരമായിരുന്നു. അച്ഛ അങ്ങ് പങ്കുവെച്ച ഓരോ വാക്കുകളും കേവലം ഒരു ക്ലാസ് ആയിരുന്നില്ല, മറിച്ച് ഈ 512 പേരുടെയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് വെളിച്ചം പകരുന്ന ഒരു വഴികാട്ടിയായിരുന്നു. നേതൃത്വത്തെക്കുറിച്ചും കമ്മ്യൂണിറ്റിയുടെ വളർച്ചയെക്കുറിച്ചും അങ്ങ് നൽകിയ ഉൾക്കാഴ്ചകൾ ഞങ്ങളുടെ ഉള്ളിൽ വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തിരിക്കുകയാണ്. നമ്മുടെ ഈ പരിശീലന പരിപാടിയുടെ പ്രാധാന്യത്തെ ഇത്ര ലളിതമായും എന്നാൽ അർത്ഥവത്തായും വിവരിച്ചതിന് ഈ അക്കാദമിയുടെയും ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിൽ അങ്ങനെയുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. നന്ദി അച്ഛ. ഞങ്ങളുടെ ഈ വാക്കുകൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വലിയൊരു ഊർജ്ജമായിരിക്കും. അപ്പൊ അച്ഛന്റെ ക്ലാസ്സുകളിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 8 ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. ഈ 8 ക്ലാസ്സുകൾ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അസൈൻമെന്റുകൾ കറക്റ്റായിട്ട് പൂർത്തിയാക്കുക, വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് പറ്റും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും, നമ്മളുടെ കൂടിയിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലും കമ്മ്യൂണിറ്റിയിലും. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ 129 പേരില് ഏകദേശം 30ഓളം പേര് നമ്മളുടെ ആനിമേറ്റേഴ്സ് ആയിട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. അവര് നിങ്ങളുടെ ഈ ഇനീഷ്യലായിട്ട് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്തു വന്നവരാണ്. അവർക്ക് അത്രയും വലിയൊരു മോട്ടിവേറ്റേഴ്സ് നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല. അപ്പൊ ഏത് രീതിയിലും നല്ല ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ആനിമേറ്റേഴ്സ് ആണ് നിങ്ങളുടെ കൂടെയുള്ളത്. കോർഡിനേറ്റേഴ്സും ഇതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് എപ്പോഴും ഉണ്ട്, ചീഫ് ആനിമേറ്റേഴ്സും ഉണ്ട്. അപ്പൊ എല്ലാവരും സഹകരണം ഉണ്ടായിരിക്കും. ഇനി നമുക്ക് അച്ഛനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഇവിടെ കുറച്ചുപേര് കൈമുക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം അവരുടെ പേരുകൾ വിളിക്കാം. ഫിഗറാദോ വ്ലോഗ്സ്, മിസ്റ്റർ ഫിഗറാദോ വ്ലോഗ്സ്, ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്തോളൂ. ഫിഗറാദോ വ്ലോഗ്സ് അൺമ്യൂട്ട് ചെയ്യണം. എന്താ ചോദിക്കാനുള്ള പറയൂ. അദ്ദേഹം അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. അൺമ്യൂട്ട് ചെയ്താലേ കേൾക്കാൻ പറ്റുള്ളൂ. അൺമ്യൂട്ട് ചെയ്യണം, മൈക്ക് അൺമ്യൂട്ട് ചെയ്യും. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല. ഞാൻ അച്ഛൻ പറഞ്ഞതൊക്കെ വളരെ വ്യക്തമായിട്ട് കേട്ടു. ഇത്ര നേരം കേട്ടതിനകത്ത് എനിക്ക് മനസ്സിലായത് നല്ലൊരു ലീഡർഷിപ്പ് കിട്ടണമെങ്കിൽ നന്നായിട്ട് തന്നെ പരിശ്രമിക്കണം എന്നതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനൊക്കെ ആയിട്ട് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു.
എനിക്ക് Okay. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. താങ്ക് യു Okay. താങ്ക് യു. ഇവാസ് ഹോം ടിപ്സ് എന്നുള്ള പേരിൽ ഒരു കൈപൊക്കിയിട്ടുണ്ട്. ഇവാസ് ഹോം ടിപ്സ്. ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് പറയാനുള്ള ഗുഡ് ഈവനിങ്. എനിക്ക് പറയാനുള്ളത് ഈ ക്ലാസ്സും പ്രസംഗവും നമുക്കറിയാം രണ്ടും രണ്ടാണ്. പക്ഷെ അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഒന്ന് പറയാമോ വെച്ചാ? അത് ഞാൻ ഒരു സെഷനിൽ പറയുന്നുണ്ട്. അടുത്ത സെഷനിൽ പറയുന്നത് എന്താണ് പ്രസംഗം, എന്താണ് ക്ലാസ്, എന്താണ് ലെക്ചർ, ഇതൊക്കെ പറയും. ഓക്കെ താങ്ക് യു. സജിത സെൽവൻ. സജിത സെൽവൻ. അച്ഛാ ഗുഡ് ഈവനിങ്. ഞാൻ കൈയൊന്നും റേസ് ചെയ്തില്ല, എന്റെ മകളാണത് കേൾക്കുന്നത്. അപ്പൊ ഞാനും മകളും കൂടെ കേൾക്കുന്നത്. പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല. വളരെ സന്തോഷം പങ്കെടുത്തത്. താങ്ക് യു താങ്ക് യു. മിസ്റ്റർ സണ്ണി പി എസ്. ആ കുട്ടി എത്ര പ്രായമുള്ള കുട്ടിയാണ്? ഫാദർ ഇപ്പൊ 6th-ലാണ്. അപ്പൊ ഞാനൊരു മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ട് ആർക്ക് വേണേലും ജോയിൻ ചെയ്യാന്ന് പറഞ്ഞത് കൊണ്ടാണ് മകളെ ചേർത്തത്. അതല്ല, ആ കുട്ടിയുടെ പ്രസംഗം ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചിടാൻ വേണ്ടി പരിശ്രമിക്കണം. അതിന് നിങ്ങൾ സഹായിക്കണം എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? പക്ഷെ കുട്ടിക്ക് അതിനുള്ള കഴിവില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് കുട്ടിയെ ഈ വിഷയം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവളെ കൊണ്ട് ചെറിയ രീതിയിൽ പറയിപ്പിച്ച് അത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ ശരി. ഓക്കെ താങ്ക് യു. മിസ്റ്റർ സണ്ണി പി എസ്. എനിക്ക് തുടക്കത്തിൽ കേൾക്കാനായിട്ട് പറ്റിയില്ല. വീട്ടിൽ വന്നതിന് ശേഷം പെട്ടെന്നൊന്ന് ഫ്രഷ് ആയിട്ടാണ്. അപ്പം ഒരു 20 മിനിറ്റോളം ക്ലാസ് നഷ്ടപ്പെട്ടു. ഓക്കെ, എന്തായാലും പറഞ്ഞ കാര്യമെല്ലാം നല്ലത് തന്നെയാണ്. പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പം അതിനുവേണ്ടി നല്ല നല്ല പോയിന്റ്സ് പറഞ്ഞപ്പം ജസ്റ്റ് ഞാൻ കൈവക്കിയതാണ്, അല്ല മറ്റ് സജഷൻസ് ഒന്നുമില്ല. ഓക്കെ ഓക്കെ താങ്ക് യു. മിസ്റ്റർ പ്രസന്ന ജോയ്. മിസ് പ്രസന്ന ജോയ്. പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. ഞാനും ഉണ്ട്, കേട്ടു എന്നതിന് ശ്രദ്ധയോടെ ക്ലാസ് കേട്ടിരിക്കുകയായിരുന്നു. അച്ഛന്റെ ആദ്യത്തെ ആമുഖം തന്നെ സെഷൻ വളരെ പ്രയോജനപ്രദമായി തന്നെ തോന്നി. തീർന്നും ഇതിലെ നിങ്ങളെല്ലാവരുടെയും സമൂഹത്തിന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു താങ്ക് യു. വേറെ ആർക്കെങ്കിലും ചോദിക്കാം. അച്ഛാ അതായത് ഞാൻ ആരാണ് എളുപ്പമല്ലേ? കിട്ടിയോ? അച്ഛൻ പറഞ്ഞത് കിട്ടിയോ? എന്നെ കുറിച്ച്, ഇയാളെ കുറിച്ച് തന്നെ ഒരു പ്രസംഗം തയ്യാറാക്കി പറയണം. ഞാൻ ആരാണ്, ഞാൻ ഇവിടെ നിന്ന് വരുന്നു, ഞാൻ എന്താണ്, ലക്ഷ്യം എന്താണ്, ഞാൻ മനുഷ്യനായിരിക്കുന്ന അവസ്ഥയുടെ പ്രത്യേകത എന്താണ്, എന്തെല്ലാം പറയാം എന്നെ കുറിച്ച്, അല്ലേ? അപ്പൊ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അതൊരു പ്രസംഗ രൂപത്തിൽ അവതരും. സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രസംഗ രൂപത്തിൽ വരും. ഓക്കെ താങ്ക് യു. അൺമ്യൂട്ട് ചെയ്യണേ. എന്റെ സംശയം ഞാൻ ഇപ്പൊ കേട്ടത് തന്നെയായിരുന്നു. അതായത് സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രസംഗ രൂപത്തിൽ പറഞ്ഞാൽ മതിയോ എന്നായിരുന്നു ചോദിക്കാനിരുന്നേ. ഇപ്പൊ അത് മതിയെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ. ഓക്കെ താങ്ക് യു. അച്ഛാ ഗുഡ് ഈവനിങ്. അച്ഛൻ്റെ ഹലോ അച്ഛാ, അച്ഛൻ പറഞ്ഞ പോയിന്റ്സ് വളരെ നല്ലതാണ്. 7 പോയിന്റ്സ് അച്ഛൻ പറഞ്ഞല്ലോ. പാഷൻ, കോൺഫിഡൻസ്, പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഇൻ ലാംഗ്വേജ് ആൻഡ് സോ. അതിൽ അച്ഛൻ പറഞ്ഞു ലോങ് ടേം പ്ലാനിങ് ആൻഡ് ഷോർട്ട് ടേം പ്ലാനിങ്. അച്ഛാ അതിന്റെ ഡിഫറൻസ് പറഞ്ഞു നന്നായിട്ടാണ് അച്ഛാ. ലോങ് ടേം പ്ലാനിങ്, ഷോർട്ട് ടേം ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഈ ഒരാഴ്ചക്കുള്ളിൽ ചെയ്യാൻ പോകുന്നത് എന്താണ്, 2 ആഴ്ചക്കുള്ളിൽ ചെയ്യാൻ പോകുന്നത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ലോങ് ടേം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു വലിയ പ്രസംഗനാകണം എന്നുള്ള എന്റെ ഒരു പ്ലാനാണ്. അപ്പം ലോങ് ടേമിലേക്ക് നയിക്കുന്നതാണ് ഷോർട്ട് ടേം എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇപ്പം നിരന്തരം പ്രസംഗം കേൾക്കും എന്നുള്ളതൊരു ലോങ് ടേം പ്ലാനിങ് ആണ്. നിരന്തരം ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കുന്നുള്ള ലോങ് ടേം ആണ്. അതോടൊപ്പം തന്നെ നിരന്തരം പ്രസംഗം കേൾക്കുമെന്ന് ഞാൻ കേൾക്കുമെന്ന് പറയുമ്പോൾ എങ്ങനെയാ കേൾക്കാൻ പോകുന്നത്, അപ്പൊ ഞാനത് തീരുമാനിക്കുകയാണ്. ഷോർട്ട് ടൈം എന്താണ്, ഈ ആഴ്ച ഇന്ന ദിവസം ഇന്ന ആളുടെ പ്രസംഗം കേൾക്കുന്നു, അല്ലെങ്കിൽ ഈ മൊബൈലിൽ നോക്കിയിട്ട് അവിടെ യൂട്യൂബിലെ ചില പ്രസംഗങ്ങൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് കേൾക്കുന്നു. അതാണ് എന്റെ ഷോർട്ട് ടേം. അപ്പൊ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള ലോങ് ടേം.
അത് എങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ടൈം. അങ്ങനെ നമുക്ക് ഈ മേഖലകളിൽ ഷോർട്ട് ടൈം ചെയ്താലേ ലോങ് ടൈമിലേക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രസംഗരാകില്ല. അപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ലോങ് ടൈം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകേണ്ട ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണ് ഷോർട്ട് ടൈം. ഓക്കെ ഓക്കെ അച്ഛാ, താങ്ക് യു. ലൂസി ജോസഫ് അൺമ്യൂട്ട് ചെയ്യണേ. ലൂസി ജോസഫ് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. ഗുഡ് ഈവനിങ് അച്ഛാ. എന്റെ പേര് സുനിതകുമാരി എന്നാണ്. ഞാൻ മോളെ അക്കൗണ്ടിൽ നിന്നാണ് പ്രസംഗം കേട്ടത്. നന്നായിരിക്കുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അതെനിക്ക് പ്രസംഗത്തിന്റെ എന്താണെന്ന് പറയാനുള്ള അറിഞ്ഞൂടാ, എങ്കിലും ഇത് കേട്ടപ്പോ എനിക്ക് നല്ല താല്പര്യമുണ്ട്. അപ്പൊ മോളെ അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ പ്രസംഗത്തിന്റെ ഇത് കേട്ടത്. ഓക്കെ, അപ്പൊ മോളും അമ്മയും കൂടെ ഓരോ പ്രസംഗം ഇടണം കേട്ടോ. ഓ, പ്രസംഗം. മോളിപ്പോ LLBക്ക് പഠിക്കുക. പിന്നെ കുഴപ്പമില്ല, അവർക്ക് പറ്റും. ഓക്കെ, അപ്പൊ അമ്മയും ഇടുക, മോളും ഇടുക. ഓക്കെ ഓക്കെ ഓക്കെ. ലൂസി ജോസഫ് കൈപൊക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് വിളിക്കുന്നത്. ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് കുറച്ച് ചോദിക്കാം. ആഞ്ചലിന ഹെൻറി കൈപൊക്കിയിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്യണേ. ഏഞ്ചലിന ഹെൻറി. ഓക്കെ, വേറെ ആർക്കെങ്കിലും ചോദിക്കാം. ജോസഫിന്റെ TV ഓണം. നമുക്ക് എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, നമ്മൾ ഇടുന്ന അസൈൻമെന്റ് ഈ 16 പേര് അല്ലെങ്കിൽ 20 പേരടങ്ങുന്ന ഗ്രൂപ്പിലേക്കാണല്ലോ അല്ലേ കൊടുക്കേണ്ടത്? അതെ അതെ, അത് മാത്രമേ ഉള്ളൂ സംശയം ചോദിക്കാനായിട്ട്. ഏതായാലും വിലയേറിയൊരു ക്ലാസ് കിട്ടിയതിൽ സന്തോഷവും ഒപ്പം നന്ദിയും അറിയിക്കുന്നു. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ? അതെ അതെ, ഹലോ. എന്റെ മോൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ്. അവന് രൂപതാ തലത്തിലൊക്കെ പ്രസംഗത്തിന് മത്സരം പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുട്ടീനെ ഒന്ന് ഒരു പ്രസംഗം റെഡിയാക്കി ഇടാൻ പറ്റുമോ? ഗ്രൂപ്പിലുള്ളല്ലേ? അപ്പൊ ഒരു മോനെ കൂടെ ഒരു അംഗമാക്കി മാറ്റിയിട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഈ രണ്ട് രീതിയിലാണ് നമ്മളിതൊരു പാഠശാല, നമ്മുടെ സ്കൂളിൽ നടക്കുമ്പോൾ ഒരു സ്കൂൾ മൊത്തമായിട്ടുണ്ട്, ഓരോ ക്ലാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ ക്ലാസ്സിലെ അംഗങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലൂടെയാണ് നിങ്ങളിപ്പോൾ സമ്പർക്കം നടത്തേണ്ടതും പ്രസംഗം കൊടുക്കേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതും. പൊതുവായിട്ടുള്ള വേദിയിൽ നമുക്ക് അതിന് അവസരം ഉണ്ടാകത്തില്ല. അപ്പൊ നിങ്ങൾ ചെറിയ ഗ്രൂപ്പുകളാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ പ്രസംഗം ഇടേണ്ടത് അവിടെയാണ്. അവിടെ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരും, അതിന്റെ ലീഡേഴ്സ് തരുന്നതാണ്. നിങ്ങൾക്ക് പരസ്പര അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെ നിങ്ങൾ തന്നെ നല്ലൊരു ഗ്രൂപ്പായിട്ട് വളർന്ന് ഐക്യത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം നല്ല ബന്ധങ്ങളിലേക്ക് വന്നു. അത് നമുക്ക് ഭാവിയിലും സഹായിക്കും. അപ്പൊ അതുപോലെ നമുക്ക് പരസ്പരം മ്യൂച്വലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റും. അപ്പൊ അതുപോലെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ ചേരുന്നതിന് കുട്ടികൾക്ക് വേണ്ടി മാത്രം ആ ഗ്രൂപ്പിൽ ഒരു പ്രശ്നം കിടണം. അതുപോലെ മാതാവോ പിതാവോ കൂടെ ചേരുകയാണെങ്കിൽ അവർക്കും ഇതിൽ പങ്കെടുത്ത് കാരണം 2 സർട്ടിഫിക്കറ്റ് അങ്ങ് തരും, 2 പേർക്ക് സർട്ടിഫിക്കറ്റ് തരും. അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടത്തക്ക രീതിയിൽ അവർ ഓരോരുത്തരും അവരുടേതായ പ്രസംഗം ഇടണം. അപ്പൊ പ്രസംഗത്തിന്റെ ഇടുന്ന അനുസരിച്ചാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതും അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ? നമ്മള് ഹലോ അച്ഛാ, ആ വൈകാരികമായ പക്വത എന്നൊരു പോയിന്റ് പറഞ്ഞപ്പം നമ്മള് ഒരു അൺബയാസ്ഡ് ആയിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ഡൗട്ട് ഇതാണ്, നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോഴ്സിന് എതിരായിട്ട് സംസാരിക്കുമ്പോൾ എതിരായിട്ടുള്ള ഒരു പ്രസംഗമാണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്കത് പറ്റില്ലല്ലോ. അതായത് നമ്മളിപ്പം പ്രാരംഭ ദശയിൽ പ്രസംഗം പഠിക്കുക, എങ്ങനെ പ്രസംഗിക്കണം. പിന്നീട് നമ്മളെല്ലാവരും പ്രസംഗകരാകുമ്പോൾ നമുക്ക് എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യാം. ഇപ്പം വളർന്നു കഴിഞ്ഞ് എല്ലാവരും അംഗീകരിച്ചാൽ പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഇപ്പോഴും നമ്മൾ പഠിക്കേണ്ടത് പ്രസംഗകനാകാൻ എന്നുള്ള ഒരേ ഒരു ലക്ഷ്യമേ നോക്കുള്ളൂ. നമ്മൾ സമൂഹത്തെ നന്നാക്കുക എന്നുള്ളത് അടുത്ത ലക്ഷ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ലക്ഷ്യമാക്കുന്നത് നിങ്ങളെ നല്ല രീതിയിൽ പ്രസംഗിക്കുവാൻ വേണ്ടി പഠിപ്പിക്കുക എന്നുള്ളതാണ്.
അങ്ങനെ നല്ല രീതിയിൽ പ്രസംഗിക്കുവാൻ വേണ്ടി പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ഒരു ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ കഴിയണമെങ്കിൽ അവിടെ നമ്മൾ അല്പം ഡിപ്ലോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കണം. പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മൾ അല്പം കൂടെ ഒരു പദം വന്ന പ്രസംഗരാകുമ്പോൾ നമുക്ക് ശക്തമായിട്ട് പറയാം. അപ്പം നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും, ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന ആശയങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ആരംഭ ദശയിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുള്ള നിർബന്ധമില്ല. നമ്മൾ പതറിപ്പോവും. അങ്ങനെ പ്രയാസപ്പെട്ട് സ്റ്റേജിൽ ഇറങ്ങി പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില കാര്യം ചില ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുമ്പോൾ അസ്വസ്ഥരായി അല്ലെങ്കിൽ മുറിവുറുപ്പ് കേട്ടിട്ട് പ്രയാസത്തോടെ പോകുന്നത്. അപ്പം അതുകൊണ്ട് ആദ്യമേ പ്രസംഗത്തിൽ പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സമയം എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. കുറെ കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സ്വന്തം സ്റ്റാൻഡ് വരുമ്പോൾ നമ്മൾ നല്ല പ്രസംഗരാകുമ്പോൾ നമുക്ക് അങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയാം, ക്രിട്ടിസൈസ് ചെയ്യാം. അപ്പൊ ക്രിട്ടിക്കലായിട്ട് ആൾക്കാരോട് നമുക്ക് ശക്തമായിട്ട് പ്രതികരിക്കാൻ പറ്റും. ആ ലെവൽ എത്തിയിട്ട് അതുവരെ നല്ലോണം ഒരു പ്രസംഗകനാകാൻ ശ്രമിക്കുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ഒരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, അത് ഫാദർ ഇപ്പൊ പറഞ്ഞല്ലോ, ഞാൻ ആരാകണം എന്ന വിഷയം 3 മുതൽ 5 മിനിറ്റ് വരെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ പ്രസംഗം ഓഡിയോ ആണോ അതോ വീഡിയോ റെക്കോർഡ് ചെയ്താണോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ? നമ്മള് വീഡിയോ ആണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആദ്യം ചില ആൾക്കാർക്ക് വീഡിയോയിൽ പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓഡിയോയ്ക്ക് അവസരം കൊടുത്തു. പക്ഷെ നിങ്ങൾക്ക് വീഡിയോ ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുക. കാരണം അതാണ് വിലയിരുത്താൻ സഹായിക്കുന്നത്. നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെ മുഖ ചേഷ്ടകളൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് കഴിയുന്നതും വീഡിയോ രൂപത്തിൽ ചെയ്യാം. വീഡിയോയിൽ പ്രയാസമുള്ളവർ മാത്രം മറ്റേ ഓഡിയോ എടുത്താൽ മതിയാവും. ജയ്സ, നമുക്ക് തീർക്കാലോ. ഇനി ആർക്കും ചോദ്യങ്ങളില്ലെങ്കിൽ നന്ദി പ്രകാശനത്തിനായി മോലി അഗ്രിമയെ ക്ഷണിക്കുകയാണ്. അച്ഛാ, ക്ലാസ് നന്നായിരുന്നു. സാധാരണ ഇതുപോലെ ഒത്തിരി തീരത്തേക്ക് പൂർത്തിയാക്കി പറഞ്ഞു. നന്ദി പറയുന്നതിനായി മോലി അഗ്രിമയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിശേഷിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, സംഘാടകരെ, മറ്റ് പഠിതാക്കളെ, ഇന്ന് നമുക്ക് പ്രസംഗത്തെ കുറിച്ച് ക്ലാസ് എടുത്ത് നമ്മൾ കൊച്ചു കൊച്ചു സംഘടനകളിലൊക്കെ പോയി നന്ദി സ്വാഗതം ഒക്കെ പറയുമ്പോൾ അതാണ് നമ്മുടെ പ്രസംഗം എന്ന് നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അച്ഛന്റെ ക്ലാസ് കേട്ടപ്പോൾ നമ്മളുടെയൊക്കെ പ്രസംഗം നമ്മൾ എന്തൊക്കെയായിരുന്നു അവിടെ പറഞ്ഞു കൂട്ടിയെന്നുള്ള ചിന്തയിലേക്ക് പോയി. ഇപ്പൊ തന്നെ ഞാൻ മാഡം എൻ്റെ അടുക്ക ആരെങ്കിലും നന്ദി പറയണോ എന്ന് തന്നെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഞാൻ നന്ദി പറയാം എന്ന് ആ ചാടിക്കേറി പറഞ്ഞു. പക്ഷെ അച്ഛന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ എന്റെ നന്ദി എന്തായി തീരുമെന്ന് എനിക്കറിയാൻ പാടില്ല. എങ്കിലും ഒരു കോൺഫിഡൻസോട് കൂടി എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇനി നമുക്ക് പ്രസംഗത്തെ കുറിച്ച് ഏറ്റവും മനോഹരമായി, അതായത് നേതൃത്വ നിരയിൽ നമ്മൾ എങ്ങനെ വളർന്നു വരണമെന്നും നമ്മുടെ സംസാരം, കോൺഫിഡൻസ്, ഭയം കൂടാതെ നമ്മൾ സംസാരിക്കാനും സ്നേഹത്തിന്റെ ഭാഷയിൽ ഭാഷാചാതുര്യത്തോടെയും അർത്ഥവത്തായ വാക്കുകൾ പറയുവാനും ശാരീരികവും ഭൗതികവും മാനസികവും വൈകാരികമായ ഘടകങ്ങളിലൂടെ കടന്നു പോകുന്നതും, അതായത് നമ്മുടെ ഭാവങ്ങൾ ഒരു ലീഡർ, ലോയറിന്റെ, ലവറിന്റെ ഒക്കെ ഒരു മനോഭാവവും ഭാവങ്ങളും ഒക്കെ ആയിരിക്കണമെന്നും വിശദമായി തന്നെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ തന്നെ എല്ലാം എടുത്തു തന്നെ പറയുന്നില്ല, വിശദമായി തന്നെ നമ്മൾക്ക് ക്ലാസ് എടുത്ത ഫാദർ ഗ്രിഗറി ആർബി അച്ഛനെ ഇനിയുള്ള നല്ല നല്ല ക്ലാസ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥന ആശംസകൾ നേർന്നുകൊണ്ടും അച്ഛന് പ്രത്യേകം നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ പബ്ലിക് സ്പീക്കിലേക്ക് ഉദ്ഘാടനം ചെയ്ത ഫാദർ അഭിലാഷ് ഗ്രിഗറി അച്ഛന് KRLC-BCയുടെ എഡ്യൂക്കേഷൻ കമ്മീഷൻ ജനറൽ സെക്രട്ടറിയാണ്. അച്ഛന്റെ വാക്കുകൾ ഒരു നല്ല നേതാവിനെ വാർത്തെടുക്കുക പല മേഖലകളിലും എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാനും ആഗ്രഹങ്ങളെ വളർത്തിയെടുക്കാനും സ്ഥിരതയോടെ അങ്ങനെ നമ്മൾ നല്ല പ്രസംഗകരായി തീരുവാനും വേണ്ടി അച്ഛന്റെ വാക്കുകൾ നമുക്ക് ഫലപ്രദമായി തന്നു. അച്ഛനും എല്ലാവരുടെയും നാമത്തിൽ പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് നമ്മളുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി സ്വാഗതം അർപ്പിച്ച ജൂലിയൻ ജെയിംസ് സാറിന്, ട്രെയിനിങ് അക്കാഡമി ഡയറക്ടറാണ്, സാറിനെ പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു.
നമ്മുടെ ഈ പ്രോഗ്രാം പബ്ലിക് സ്പീക്കിംഗ് എന്ന പ്രോഗ്രാമിന്റെ മുഖ്യ കാർമ്മികനായിരുന്ന ജെയ്സൺ സാറിന് KRLC-BCയുടെ എഡ്യൂക്കേഷൻ കമ്മീഷൻ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. സാറിനും എല്ലാവരുടെയും നാമധേയത്തിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഈശ്വര പ്രാർത്ഥന ആലപിച്ച ബേബി റാണിക്കും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. സമാപന പ്രാർത്ഥനയ്ക്ക് റെഡിയായിരിക്കുന്ന മേരി മാർഗരറ്റ് ചേച്ചിക്കും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി മോളി അഗ്രിമ. ഏറ്റവും ഒടുവിലായി ചടങ്ങ് ഭംഗിയായി പൂർത്തിയാക്കാൻ സഹായിച്ച സർവേശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള സമാപന പ്രാർത്ഥനയ്ക്കായി ശ്രീ മേരി മാർഗരറ്റിനെ ക്ഷണിക്കുന്നു. ഒരു സമാപന ഗാനമാണ് ഞാനിവിടെ ആലപിക്കുന്നത്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഇന്ന് നൽകിയ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഈ ഗാനത്തിൽ പങ്കുചേരാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ സ്തുതി യാചിക്കാത്ത എനിക്ക് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. നന്ദി ശ്രീ മേരി മാർഗരറ്റ്. പ്രിയപ്പെട്ടവരെ, വാക്കുകൾക്ക് വിത്തുപകാനും ചിന്തകൾക്ക് ചിറക് നൽകാനും നാം ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചത് ചരിത്രപരമായിട്ടുള്ള ഒന്നാണ്. 512 എന്ന ഈ വലിയ സംഖ്യ കേവലം ഒരു കണക്കല്ല, മറിച്ച് മാറ്റങ്ങൾക്കായി കൊതുക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ കരുത്താണ്. നമ്മുടെ ഈ യാത്ര ഇവിടെ തുടങ്ങുന്നതേയുള്ളൂ. വരും ദിവസങ്ങളിൽ ഈ അക്കാദമിയിലൂടെ പരിശീലനം നേടുന്ന ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിന്റെ ഓരോ കോണിലും പ്രകാശമായി മാറുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അറിവും ആത്മവിശ്വാസവും കൈമുതലാക്കി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈ ഉദ്യമത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്കും സജീവമായി പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ നേതൃത്വ നിര വരും നാളുകളിൽ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക്, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ വളർച്ചയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാവുന്നേ. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നന്ദി. താങ്ക് യു. Thank you. Thank you. Thank you, Father. Thank you. Thank you. Thank you, everyone. Thank you so much. Thank you. Thank you.